എനിക്ക് ശ്രീജിത്തിനോട് തുടക്കത്തിലൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ ശ്രീജിത്തിന്റെ പ്രൊഫൈൽ വായിച്ചിരുന്നു ഇതില്, നിങ്ങളുടെ വെബ്സൈറ്റില്. അപ്പം നേതാജിയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ വാട്ട് ഇൻസ്പയർഡ് യു ടു ഫോക്കസ് ഓൺ നേതാജി ആസ് എ പേഴ്സൺ? അങ്ങനെ ഒരു ചോദ്യത്തിലൂടെ ഞാൻ തുടങ്ങാം. ഒരുപക്ഷെ എവിടെ പോയാലും ആദ്യം കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. അതിനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാനിപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ഈ പ്രൈമറി ക്ലാസ്സുകളിൽ ആദ്യമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗത്ത് വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒപ്പം വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹം INA സ്ഥാപിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് വസ്തുതാപരമായി തെറ്റാണ് എങ്കിൽ പോലും സ്കൂൾ സിലബസിൽ അന്ന് അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. തന്നെയുമല്ല, അദ്ദേഹം പ്രൊവിഷണൽ ഫ്രീ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരത്തിലൊരു ഗവൺമെൻറ് അന്ന് ഇന്ത്യയുടെ പുറത്ത് സ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിനെ പറ്റി, അദ്ദേഹം ഒരു വിമാനാപകടത്തിൽ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നൊക്കെ സ്കൂൾ പുസ്തകത്തിൽ അച്ചടിച്ചു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യം, അന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്, അതിന് തെളിവില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നത് ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ് എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, അത് മൃതശരീരമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഈ ചെറിയ പ്രായത്തിൽ, നമ്മൾ ഈ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ നമ്മളോടിപ്പം മാങ്ങ എന്ന് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും മാങ്ങ എന്നുള്ളത് വന്നുകൊണ്ടിരിക്കും. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് ബോഡി കിട്ടാതെ ഒരു മരണം, വിമാനാപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താ ബോഡി കിട്ടാത്തത് എന്നൊരു ചോദ്യം എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് പലരോടും ചോദിച്ചു, വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോട് ചോദിച്ചു, ചേട്ടനോട് ചോദിച്ചു, അങ്ങനെ പല ആൾക്കാരോട് ചോദിച്ചു. അപ്പോഴൊന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടക്കുന്ന സമയത്ത്, അന്ന് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു യൂസൊക്കെ ഒന്ന് ആരംഭിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെന്ന് കരുതി നെറ്റിലൊക്കെ, അന്നൊക്കെ വളരെ വലിയ റേറ്റാണ് ഈ സൈബർ കഫേകളിലൊക്കെ, മണിക്കൂറിനൊക്കെ വലിയ റേറ്റുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് പോലും അങ്ങനെ പണം വീട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്ത് മണിക്കൂറുകളോളം ഇരുന്ന് ഇതിനെപ്പറ്റി കിട്ടുന്ന എന്ത് ലിറ്ററേച്ചർ ഉണ്ടെങ്കിലും അത് വായിക്കുന്ന ഒരു ശീലമുണ്ടായി. അങ്ങനെ എത്തിപ്പെട്ട ഒരു യാഹൂ ഗ്രൂപ്പ് ഉണ്ടായി. ആ യാഹൂ ഗ്രൂപ്പിൽ അന്നത്തെ കാലത്ത് ഏതാണ്ട് 300-ലധികം ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ ഗൂഗിൾ ഗ്രൂപ്പുകളൊക്കെ പോലെ തന്നെ അന്ന് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ് യാഹൂ ഗ്രൂപ്പുകൾ. അപ്പോൾ അന്ന് 300-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന്, പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും വളരെ സജീവമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നേതാജിയുടെ മരണത്തിനെ പറ്റിയുള്ള, ആ മിസ്റ്ററിയെ പറ്റിയുള്ള ഒരുപാട് രീതിയിലുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ഷെയർ ചെയ്യുന്നു, പല ഹിയർസൈസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഇതിൽ സത്യമേതാണ്, അസത്യമേതാണ്, നിറം പിടിപ്പിച്ച കഥകളേതാണ്, ഇങ്ങനെയൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബംഗാളിയായിട്ടുള്ള ഒരാളാണ് പറയുന്നത്, നമ്മളിവിടെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ഏതാണ്ട് 2004-2005 പീരീഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ എൻക്വയറി കമ്മീഷൻ, സുഭാഷ് ചന്ദ്രബോസിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്ന മൂന്നാമത്തെ എൻക്വയറി കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, മുഖർജി കമ്മീഷൻ. അപ്പോൾ അന്ന് ആ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു, ഇത് നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തെളിവോ കാര്യങ്ങളോ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എങ്കിൽ, വെർച്വലായിട്ടുള്ള ഒരു ഡിസ്കഷനേക്കാൾ ഗ്രൗണ്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ മുഖർജി കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കപ്പെട്ടേക്കാം. അപ്പോൾ അതിന് ആരൊക്കെ തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഈ 100-300 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു 5 പേർക്ക് മാത്രമേ അതിനുള്ള സാഹചര്യം ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറയാൻ കാര്യം, പല ആൾക്കാരും പല രാജ്യത്താണ്, പല ടൈം സോണുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു 5 ആൾക്കാർക്ക് മാത്രമേ അതിന് പറ്റിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി ചേർന്നിട്ട് അന്ന് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് രീതിയിലേക്ക് വരുന്നത് പിന്നീടാണ്. ആദ്യം ഒരു റിസർച്ച് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഞങ്ങളിങ്ങനെ മിഷൻ നേതാജി എന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് റിസർച്ച് മാത്രമല്ല, അതിൽ കുറേയധികം
ആക്ടിവിസം കൂടി വേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു പ്രഷർ ഗ്രൂപ്പിൻ്റെ സ്വഭാവം ഇതിന് വേണ്ടി വരും തുടങ്ങിയ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അന്ന് തന്നെ ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം 2015 കേന്ദ്ര സർക്കാർ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ വിവരാവകാശ നിയമം ഒരു നിയമമായി പാസ്സാക്കിക്കൊണ്ട് ആക്റ്റാക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ സാധ്യതകളെ കൂടി ഉപയോഗിച്ചും മറ്റ് പല വ്യവഹാര നടപടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും മറ്റ് പല സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും ഒക്കെ പല വിഷയങ്ങളിൽ കൊടുത്തുമൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടപ്പോൾ അത് പിന്നീടൊരു ആവേശമായി. അപ്പോൾ അതൊരു ലോജിക്കൽ ക്ലോഷറിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്രയധികം ഡെവലപ്മെൻറ്റ് അതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 15-16 വർഷമായി, പക്ഷേ ആ പാഷൻ ഇപ്പോഴും അതേപോലെയുണ്ട്. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് കുറേ അധികം വിവരങ്ങൾ 2005 നിന്നും ഇന്ന് 2021 വന്ന് നിൽക്കുമ്പോൾ കുറേ അധികം വിവരങ്ങൾ ഇതുമൂലം പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ക്ലോഷറിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇനിയും കൂടുതൽ പ്രയത്നം അല്ലെങ്കിൽ കൂടുതൽ സമയം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. താങ്ക് യു. ഐ തിങ്ക് നന്നായിട്ടൊരു ക്ലിയർ ഐഡിയ കിട്ടി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ശ്രീജിത്ത് പറഞ്ഞു. പിന്നെ ഓക്കെ, എംഎമ്മിന് വല്ലതും ചോദിക്കാനുണ്ടോ? ഞാനൊന്ന് ഇടപെട്ടെ എങ്കിൽ. ഓക്കെ, ഓക്കെ. നമുക്ക് നമ്മുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയെ കുറിച്ചുകൂടി പറയാം. ഞങ്ങൾ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ശ്രോതാക്കളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഉണ്ട്. ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളുണ്ട് സാർ, പക്ഷേ ചോ- ഡോക്ടർ ചോദിച്ചോളൂ, അതിനുശേഷം ഞാൻ ചോദിച്ചോളൂ. ഓക്കെ ശ്രീജിത്ത്, ഒരു ഒറ്റ ചോദ്യമുള്ളൂ, വളരെ സിമ്പിളാണ്. ഞാൻ വ്യക്തിപരമായി നമ്മൾ തമ്മിലുള്ള അടുപ്പമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. എന്നാലും ഞാൻ ഈ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഈ നിരീക്ഷണം, ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഈ നിരീക്ഷണത്തെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത് ശ്രീജിത്തിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ച് നിരീക്ഷിക്കും? പക്ഷെ ഞാൻ ആ നിരീക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം പല നിരീക്ഷണങ്ങൾ ശ്രീജിത്ത് നടത്തുന്നതായിട്ട് ഞാൻ ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു പാളിച്ചയും ആ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കൂടിയാണത്. ഇത്ര ക്ലാരിറ്റിയോടുകൂടി വിവിധ വിഷയങ്ങളെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്? അതിന്റെ പിന്നെ രഹസ്യം അല്ല, അതിന് ബേസിക്കലി രഹസ്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എന്നെ ഈ കോമ്പറ്റീഷൻസിനൊക്കെ ചേർക്കുമായിരുന്നു. പ്രത്യേകിച്ച് എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ, എലക്യൂഷൻ കോമ്പറ്റീഷൻ, ഇങ്ങനെ പ്രസംഗം, ഉപന്യാസ രചന. അപ്പോൾ ഇതിന് പോകുന്ന സമയത്ത് ഒരു ചെറിയ ക്ലാസ്സുകളിൽ വരെ നമുക്ക് വിഷയം അഡ്വാൻസ് ആയിട്ട് തരും. പക്ഷേ ഇതിലൂടെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ വിഷയം അന്നേരമാണ് തരിക. കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് വിഷയം തരുന്നു. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം എക്സ്റ്റെംപോറായിട്ട് നമ്മളൊരു പ്രസംഗം 10 മിനിറ്റ് നേരത്തേക്ക് പ്രസംഗം നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത്, മൈലപ്രയിൽ മൗണ്ട് ബഥനി സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാതെ വന്നതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ നിന്നു, തപ്പിത്തടഞ്ഞു, ബബ്ബ അടിച്ചു, ഒരക്ഷരം പറയാൻ പറ്റിയില്ല. എന്തൊക്കെയോ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞൊപ്പിച്ചതിന് ശേഷം ഈ വിഷയത്തിനെപ്പറ്റി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് സത്യം പറഞ്ഞ് വളരെ വലിയ ചിരിയും കാര്യങ്ങളുമായിരുന്നു ഓഡിയൻസിൽ. നാണം കെട്ട് പുറത്തു പോന്നു. അന്ന് ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, അങ്ങനെ തോറ്റ് പിന്മാറുന്നത് നല്ലതല്ല. അപ്പോൾ ഇതിനൊരു വാശി ഉണ്ടാവണം. ആ വാശി ഉണ്ടാകേണ്ടത് പല വിഷയങ്ങളെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനെപ്പറ്റി പഠിക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളെപ്പറ്റി കൂടുതലായിട്ട് വായിക്കാൻ ശ്രമിക്കണം. അതിന് പ്രായമോ, എന്ത് വായിക്കുന്നു, ഏത് പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പത്രമാണോ വായിക്കുന്നത്, മാസികയാണോ വായിക്കുന്നത്, അതൊന്നും പ്രധാനമല്ല. നല്ലതോ ചീത്തയോ ഒന്നുമില്ല. കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയകൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യുക, വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വാശിയായിട്ട് എടുക്കുകയും പിന്നീട് പങ്കെടുത്തിരിക്കുന്ന കോമ്പറ്റീഷനുകളിലൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനൊരു പരിധി ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം കഴിയുമ്പോൾ പിന്നീട് ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള അവന്യൂസ് ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊന്നും ഒരു അവന്യൂസ് ഇല്ല. അപ്പോൾ ആ സമയത്ത് ചെയ്തിരുന്നത് നമ്മുടെ തൊഴിലിടങ്ങളിലുള്ള പരിമിതമായിട്ടുള്ള അവസരങ്ങളിൽ ഇതേപോലെ ഉപയോഗിക്കുന്നു. പക്ഷേ ഈ വായിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പല വിഷയങ്ങളെപ്പറ്റി എന്താണ് അതിൻ്റെ ലേറ്റസ്റ്റ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ഫാക്ട് മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഈ പല മേഖലകളിലുള്ള പല വിഷയങ്ങൾ വായിക്കാനുള്ള ഒരു ശീലമുണ്ടായത്. ആ ശീലം കോളേജ് കഴിഞ്ഞപ്പോൾ ഡ്രോപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമായിട്ട് വന്നത്. കാരണം കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10-11 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു TV ഡിബേറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്തും ഇതേപോലെ പല വിഷയങ്ങളെപ്പറ്റിയൊക്കെ വായിച്ചിരുന്നത് കൊണ്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടും ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുകൊണ്ടുമാണ് ആ ഒരു ഇൻട്രസ്റ്റ് പോകാതെ നിന്നത്.
അപ്പോൾ അതുമാത്രമാണ് ആ വിഷയത്തിലുള്ളത്. പിന്നെ രണ്ടാമത്തേത് ഞാൻ ഈ പറഞ്ഞ പാരലായിട്ട് പറഞ്ഞ ഒരു റിസർച്ച്, അതായത് 2004 പീരീഡിൽ ഞങ്ങൾ ഈ യാഹൂ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. 2005 കൂടിയാണ് ഈ മിഷൻ നേതാജി എന്ന രീതിയിൽ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതാജിയെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അത് സത്യമായതുണ്ട്, ഊഹാപോഹങ്ങളുണ്ട്, അസത്യം, അർത്ഥസത്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളന്ന് സ്വീകരിച്ചിരുന്ന ഒരു അപ്രോച്ചുണ്ട്. ഞങ്ങളൊരു 5 പേര് മാത്രമാണ് റിസർച്ച് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ആ സമയത്ത് വളരെ ചെറുപ്പമാണ്. ആ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തീരുമാനിക്കുമ്പോഴും അതിൻ്റെ ഫാക്റ്റ്, ഡേറ്റ, എവിഡൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ, അത് ആധികാരികമായിട്ടുള്ള സോഴ്സ് ആണെങ്കിൽ അതിനെ അധികരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം കൺവിക്ഷൻ ഒരു കാര്യത്തിലുണ്ട് എങ്കിലും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ, അതിനൊരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഇല്ലാതെ അതിനെപ്പറ്റി സംസാരിക്കുകയില്ല എന്നൊരു ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഡിബേറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ പലവിധ വിഷയങ്ങൾ വരാം. ഇപ്പോൾ ഒരു ദിവസം തന്നെ 3 ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയമെന്ന് പറയുമ്പോൾ നമ്മൾ സീംലെസ് ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് വേണം. 8 to 9 ഒരിടത്തായിരിക്കാം, 9 to 10 ഒരിടത്തായിരിക്കാം, 10 to 11 ഒരിടത്തായിരിക്കാം. അപ്പോൾ ഇത് 3 വിഷയങ്ങളുമാവാം. അപ്പോൾ ആ ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി, ആ കോണ്ടൻറ്റിനെ പറ്റി നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള വായനകൾ, അല്ലെങ്കിൽ പല വിഷയങ്ങളിലുള്ള വായനകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങനെ ആയിക്കൂടെ, ഇത് ശരിയാണോ, വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ വേറെ എവിടെയെങ്കിലും പരാജയപ്പെട്ടതാണോ, വിജയിച്ചതാണോ, അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളും ഓതൻറ്റിക് സോഴ്സുകളിൽ നിന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ പല വിഷയങ്ങളിൽ നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റുന്നതും അവിടെ ഫാക്റ്റ് പറയാൻ പറ്റുന്നതും. പിന്നെ ഈ രാഷ്ട്രീയക്കാരോട് യാതൊരു രീതിയിലുള്ള ഒരു അവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് പറയുകയല്ല. രാഷ്ട്രീയം സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഗാർഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഫാക്റ്റ് മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആൾക്കാർക്ക് അത് കാണുമ്പോൾ ആ ഒരു ഡിബേറ്റിൽ നിന്ന് എന്തെങ്കിലും 1-2 ടേക്ക് അവേ ഉണ്ട് എങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ആൾക്കാർ തരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഒരു എഫേർട്ട് അതിനകത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നാച്ചുറലി നമ്മൾ കമ്പൽഡ് ആവും എന്നുള്ളൊരു വശം കൂടിയുണ്ട്. ഈ സത്യത്തിൽ ഒരുപാട് വിവാദങ്ങളിൽ താങ്കൾ പെട്ടിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളിൽ ഏറ്റവും അവസാനമായി ഒരു റേപ്പ് ജോക്ക് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവാദമുണ്ടായി. ഇവിടെ ഒറ്റൊരു ചോദ്യം, പല വിവാദങ്ങളിൽ പറയുമ്പോഴും CPM, BJP, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കർ BJP ആണ്. സത്യത്തിൽ BJP ആണോ? അല്ല, ഒരു കാലത്തും അങ്ങനെ ആയിട്ടില്ല. ഒരു കാലത്തും BJP എന്നല്ല, സംഘപരിവാറിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല, അവരുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സവർക്കറുടെയൊക്കെ ആശയങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന രീതിയിൽ പലപ്പോഴും ചർച്ചകളുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളയാളാണ് ഞാൻ. അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ചിന്തയോ താല്പര്യങ്ങളോ ഇല്ല. എൻ്റെ കുടുംബത്തിലും രാഷ്ട്രീയമില്ല. എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കും തന്നെ രാഷ്ട്രീയമില്ല. പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കലാലയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന, വളരെ തീവ്രമായിട്ടുള്ള കലാലയ രാഷ്ട്രീയമുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള കോളേജാണ്. ഉദാഹരണത്തിന് നമ്മുടെ പഴയ മന്ത്രി G. സുധാകരൻ്റെ സഹോദരൻ, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഞാൻ പഠിച്ച കോളേജിൽ വെച്ചാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സ്, വളരെ തീവ്രമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസിലാണ് പഠിച്ചത്. പക്ഷേ ആ സമയത്ത് പോലും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങളോടോ താല്പര്യം ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ യാതൊരു സമരമാണെന്ന് പറഞ്ഞാൽ കോളേജിൽ പോകുന്ന പരിപാടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തീരെ പൊളിറ്റിക്കൽ ഐഡിയോളജികളിൽ നിന്ന് എൻറ്റയർലി ഡിസ്റ്റൻസ് ചെയ്തിട്ടാണ് നിന്നിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഈ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ഫേവർ ചെയ്തിട്ട് എന്ന രീതിയിലല്ല. ഇപ്പോൾ BJP എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ചില നിലപാടുകളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമല വിഷയം വന്നു. ശബരിമല വിഷയം വരുമ്പോൾ അതിൽ RSSൻ്റെയോ BJPയുടെയോ ആദ്യത്തെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സ്ത്രീകൾ അവിടെ കയറുന്നതാണ് അവരെല്ലാവരും അംഗീകരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്തും എൻ്റെ അഭിപ്രായം അതിന് വിരുദ്ധമായിരുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, കാരണം അത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ലോജിക്ക് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആചാരങ്ങൾ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് അങ്ങനെ തീരുമാനമെടുത്തത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ, BJP ഉൾപ്പെടെ, അല്ലെങ്കിൽ RSS ഉൾപ്പെടെ ഈ രീതിയിലേക്ക് വന്നതാണ്. അത് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പോലും ഞാനൊരു പന്തളത്തുകാരനായതുകൊണ്ടാണ്. അയ്യപ്പൻ്റെ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ
കുടുംബത്തിൻ്റെ, തറവാടിൻ്റെ, ക്ഷേത്രത്തിൻ്റെ അയൽവാസിയായിട്ട് താമസിക്കുന്നത് കൊണ്ട് ചെറുപ്പത്തിലേ നമുക്കുള്ള ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അതിനും ഒരു BJP രാഷ്ട്രീയമോ സംഘപരിവാർ രാഷ്ട്രീയമോ ഒന്നുമില്ല. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത് പൗരത്വ ഭേദഗതി വിഷയം, അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കർഷക നിയമം, ആർട്ടിക്കിൾ 370 തുടങ്ങിയ കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ കൊണ്ടാണ്. അതുപോലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മുമ്പ് ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ എക്സിജൻസിയുടെ ഭാഗമായിട്ട് അതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ എന്നതിനപ്പുറത്തേക്ക് സ്ഥായിയായിട്ടൊരു നയം ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ ഇവർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നതായിട്ട് യാതൊരു വിധത്തിലുള്ള ചരിത്രവുമില്ല. നേരെ മറിച്ച് ഇവർക്ക് ഇതിനോടൊക്കെ യോജിപ്പുണ്ടായിരുന്നതുമാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും പല CPM നേതാക്കന്മാരും ഓഫ് റെക്കോർഡ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ നിലപാടെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു, പക്ഷേ ഒരു പൊളിറ്റിക്കൽ എക്സിജൻസിയുടെ ഭാഗമായിട്ട് നമ്മുടെ നിലപാടിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുന്നത്, സ്വിച്ച് ചെയ്യേണ്ടി വരുന്നത് എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് ഗാർഡ് ചെയ്യാനുണ്ടാവും. നേരെ മറിച്ച് എന്നെ സംബന്ധിച്ച് നിലപാടുകൾ UP ഗവൺമെൻറ്റിനെയാണ് ഞാൻ വിമർശിച്ചത്. UP ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കൊണ്ടുവന്ന് അവരുടെ വീട്ടുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാതെ പുലർച്ചെ 2 മണിക്ക് പോലീസ് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വാളയാർ വിഷയം വരുമ്പോഴും അതേ കൺസിസ്റ്റൻ്റ് നിലപാടാണ്. പക്ഷേ നിങ്ങൾക്കൊരു സൈഡ് ഗാർഡ് ചെയ്യാനുണ്ടെങ്കിൽ ഹത്രാസിൽ നിങ്ങൾക്കൊരു നിലപാടും കത്വയിൽ നിങ്ങൾക്കൊരു നിലപാടും വാളയാറിൽ നിങ്ങൾക്ക് മറ്റൊരു നിലപാടുമാകും. എനിക്ക് അത്തരത്തിലുള്ള നിലപാടുകളുടെ കൺസിസ്റ്റൻസി അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പെട്രോൾ വില വർധനയിൽ കേന്ദ്ര സർക്കാരിനെ എതിർക്കാനും എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എല്ലാ നിലപാടുകളിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് CPM എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്. കൊടകര കുഴൽപ്പണ കേസിലും എൻ്റെ നിലപാട് BJP എടുത്തിരിക്കുന്നതിന് വിരുദ്ധമാണ്. കാരണം ഈ 2 കേസുകൾക്കും ഞാൻ കാണുന്ന സമാനതകൾ ഒരുപാടുണ്ട്. നേരെ മറിച്ച് സ്വർണ്ണക്കടത്ത് കേസിനെ എതിർക്കുന്ന ആൾക്കാർ കൊടകര കുഴൽപ്പണ കേസിനെ അനുകൂലിക്കുകയും തിരിച്ചും സംഭവിക്കുമ്പോൾ നമ്മുടെ നിലപാടുകളുടെ ഇൻകൺസിസ്റ്റൻസിയാണ് വെളിച്ചത്ത് വരുന്നത്. എനിക്ക് അത്തരത്തിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകാതിരിക്കുന്നത് ഒരു വിഷയത്തിനെ ആ വിഷയമായി മാത്രം അതിൻ്റെ ബോക്സിൽ മാത്രം കാണാൻ പറ്റുന്നത് കൊണ്ടാണ്, അതിനെ മറ്റു വിഷയങ്ങളുമായിട്ട് നമ്മൾ ചേർക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി വിഷയത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ വസ്ത്രം കണ്ടാൽ പ്രതിഷേധക്കാർ ആരാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായിട്ട് എതിർത്ത് ഞാൻ ചാനൽ ചർച്ചകളിൽ സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഫ്ലെയിം സ്പീച്ചുകൾ നടത്തിയിരുന്ന അനുരാഗ് താക്കൂറിനെ പോലെയുള്ള ആൾക്കാരെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു സംഘപരിവാർ ബോക്സിൽ നിൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആ വിഷയങ്ങളുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കുന്ന വിഷയങ്ങൾ, ശബരിമല വിഷയമോ ആർട്ടിക്കിൾ 370യോ കർഷക നിയമമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമമോ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അതിൽ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരങ്ങനെ ഒരു BJPക്കാരനാണ് അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് ഉള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ പെട്രോൾ വില വർധന എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ചർച്ച വന്നിട്ടങ്ങ് പോവുകയാണ്, അതിനൊരു ഷെൽഫ് ലൈഫ് ഇല്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന പല വിഷയങ്ങൾ, ഇപ്പോൾ അവർ വിദ്യാഭ്യാസ പോളിസി ഉണ്ടായിരുന്ന സമയത്ത് ഞാനതിനെ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തപ്പോൾ എതിർത്തതാണ്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വന്നിരുന്ന സമയത്ത് ഞാനതിനെ എതിർത്തതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മളവരെ എതിർത്തു. MP-മാർക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞതിന് ശശി തരൂരിനൊപ്പം നിൽക്കുന്ന നിലപാടാണെന്ന് സ്വീകരിച്ചത്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ എടുക്കുന്നതിൻ്റെ പ്രശ്നം ഈ ചർച്ചകളൊന്നും തന്നെ ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം ചർച്ചകൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ ആ നിലപാടുകൾ ആകത്തുക ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷമാണ് എന്ന് ആൾക്കാർ ചിന്തിച്ചു പോകും. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ബോധമല്ല. ആൾക്കാർ അങ്ങനെ പറഞ്ഞു എങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം നമ്മുടെ കൺവിക്ഷൻ എന്ന് പറയുന്നതാണ് പ്രധാനം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അല്ല, ഇങ്ങനെയൊക്കെ നിലപാടെടുക്കാൻ ശ്രീജിത്ത് പണിക്കർ ആരാണ് എന്നൊരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിൽ എന്താ മറുപടി ഉള്ളത്? അല്ല, അത് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അത് വളരെ രസകരം. സമൂഹത്തിലെ സാധാരണയായിട്ടുള്ള ഒരാൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ അണിയോ അനുഭാവിയോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ അതിശയം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ഒന്നിലധികം ആൾക്കാർ, അതും പ്രൈവറ്റായിട്ടല്ല പബ്ലിക്കായിട്ട് ചർച്ച പോലെയുള്ള ടെലിവിഷൻ പോലെയുള്ള ആർക്കൈവ് ചെയ്യപ്പെടുന്ന എന്നത്തേക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ദൃശ്യമാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ള അവകാശം എന്താണോ ആ അവകാശം തന്നെയാണ് എനിക്കുമുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3 പ്രിവിലേജുകളാണ് എനിക്കുള്ളത്. അത് 1, ഞാൻ ഇന്ത്യൻ പൗരനാണ്. 2, ഞാനിവിടുത്തെ ഒരു നികുതിദായകനാണ്. 3, ഞാനിവിടുത്തെ ഒരു സമ്മതിദായകനാണ്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏത് വിഷയത്തിലും ഇടപെടാം, എനിക്ക് ഏത് വിഷയത്തിലും അഭിപ്രായം പറയാം. കാരണം മൗലികമായിട്ടുള്ള ചില അവകാശങ്ങൾ നമുക്ക് തരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ അതിൽ നമുക്ക് തുല്യതയ്ക്കുള്ള അവകാശമോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമോ ഒക്കെ തന്നെ നമുക്ക് തരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ആരോടും ചോദ്യം ചോദിക്കാം. ആരെയും പല രാജ്യങ്ങളിലും ഇപ്പോൾ റൈറ്റ് ടു അല്ലെങ്കിൽ സ്പീച്ച് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നതിൽ റൈറ്റ് ടു ഡിസെൻറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ഒഫൻഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എഴുതപ്പെട്ട നിയമമില്ല എങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ട് വിയോജിപ്പുള്ള സമയങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ആ വിയോജിപ്പുകൾ ചിലപ്പോൾ ഒഫൻഡ് ചെയ്യുന്ന രീതിയിലേക്കാണെങ്കിൽ പോലും അത് ലാർജർ ഗുഡിന് വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചില പ്രത്യേകതകൾ, അതായത് ഒരു ജനപ്രതിനിധിയോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാനാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഒരു ചർച്ചയിൽ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ട് എങ്കിൽ, ഒന്നുകിൽ എൻ്റെ യോഗ്യതയെ നിങ്ങൾക്കുള്ളൂ എന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അതേ യോഗ്യത എനിക്കുണ്ട് എന്നുമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് റെസ്പെക്റ്റ് തന്നിട്ട് അത് വാങ്ങുന്നതാണ് നല്ലത് എന്ന രീതിയിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയെങ്കിലും, ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണ്, എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നയാളാണ്. അപ്പോൾ എനിക്ക് ആൻസറബിളാണ് ആൾ എന്നുള്ള ഒരു ഇതുണ്ട്. നമുക്ക് രാജഭരണമാണെങ്കിൽ അത് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ആ ആളിന് അധികാരം കൊടുത്തിരിക്കുന്നത് നമ്മളാണ് എങ്കിൽ, ആ അധികാരം ഒരു നിശ്ചിത കാലയളവിലേക്കാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, തീർച്ചയായിട്ടും വിമർശിക്കാം. അത് പറയണം എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ഫേക്ക് ഐഡികളിലൊക്കെ നിന്നിട്ട് ആൾക്കാർ ഇതുപോലെ സത്യം പറയുന്ന അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും സംസാരിക്കേണ്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ആ ഒരു മൂടുപടത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ അഭിപ്രായം പറയുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ഈ അടുത്തിടെ ഒരു ഹൈക്കോടതി വിധി പോലും, എനിക്ക് തോന്നുന്നു കൽക്കട്ട ഹൈക്കോർട്ടാണെന്ന് തോന്നുന്നു, ഒരു ഹൈക്കോടതി വിധി പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനത അത് ചെയ്തില്ലെങ്കിലാണ് അപകടം എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ആരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവുമില്ല. താങ്ക് യു ശ്രീ. ഞാൻ നമ്മുടെ 9:30 മണിക്ക് ശേഷം നമ്മളിത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ നമ്മൾ 1 മണിക്കൂർ എന്ന നിലയിലാണ് ഇത് കാണുന്നത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി പോയാലും കുഴപ്പമുണ്ടാവില്ല. അങ്ങയുടെ സമ്മതത്തോടു കൂടി ഞാൻ MM-ലേക്ക് പോവാണ്. MM, അങ്ങേക്ക് ചോദിക്കും. എനിക്ക് 2-3 ചോദ്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ നാഷണലിസം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം ഞാൻ ഒരുമിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടോ ശ്രീജിത്ത് സർ? ഇല്ലല്ല, ചോദിച്ചോളൂ. ഓക്കെ. രണ്ടാമതൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു ആശയത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഇന്ത്യ എന്നൊരു ആശയം രൂപം കൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം രൂപം കൊള്ളുന്നത്. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നൊരു നമ്മൾ ഇന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഭൂമിക്ഷേത്രത്തിനകത്തുള്ള ഒരു സ്ഥലമല്ല. ഒട്ടനവധി നാട്ടുരാജ്യങ്ങളും ഒട്ടനവധി മറ്റു പല സംവിധാനങ്ങളിലും ഉള്ളടങ്ങിക്കിടക്കുന്ന ഒന്നിനെ ഇന്ത്യ എന്നൊരാശയത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്തത് മഹാത്മജിയുടെയും അതല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരുടെയും എല്ലാം ശ്രമഫലമായിട്ടായിരുന്നു. ഈ ആശയം ഇന്ന് അതിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ ഉൾക്കൊള്ളലാണ്. ഈ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും 6400ഓളം ഭാഷകളും 1600-ലധികം വരുന്ന വിവിധ ജാതി സങ്കരങ്ങളും എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വല്ലാത്തൊരു ഉൾക്കൊള്ളലാണ്. ഇന്ന് ആ ഉൾക്കൊള്ളൽ മാറിയിട്ട് ഇന്ന് പലതിനെയും പുറന്തള്ളലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും പുറത്താക്കാനാണ് വ്യഗ്രത. ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ ഉപകാരമാണ്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ വളരെ റെലവൻസ് ഉള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഏതൊരു നയമോ നിലപാടോ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ച് ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങളാണിത്. ഒന്ന് നാഷണലിസം, മറ്റൊന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇതിലേറ്റവും പ്രധാനം നാഷണലിസം ഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ, നാഷണലിസം ഡിഫൈൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു ബോധം എന്ന് പറയുന്നത് ഒരാളിൽ എത്രത്തോളം ഉളവാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ദേശീയ പതാക കാണുന്ന സമയത്ത് നിനക്ക് ഇന്ന ഫീൽ ഉണ്ടാകണം എന്ന് ഒരാളിനോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് എത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതുമായിട്ട് വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദേശീയത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേരിയിങ് ഡിഗ്രിയിലായിരിക്കാം ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ ദേശീയത എന്ന് പറയുന്നതിനെ യാതൊരു തരത്തിലും എന്തൊരു കാരണവശാലും നൂറ്റാണ്ടുകൾ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങൾ വിട്ടുതരില്ല എന്നുള്ള ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് ഈ പറയുന്നത് പോലെ ഒരു 2 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന രീതിയിലുള്ള ഒരു സമരം അത് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ തന്നെ ഉണ്ടാവുകയും അവസാനം അത് സ്വാതന്ത്ര്യത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് ദേശീയതയല്ല.
ഇവിടെ രണ്ട് രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ദേശീയതയ്ക്ക് മുകളിലുള്ള ഒരു പ്രശ്നവും, രണ്ട്, ദേശീയതയ്ക്ക് താഴെയുള്ള ഒരു പ്രശ്നവും. നാഷണലിസം എന്നതിലല്ല ഞാൻ പ്രശ്നം കാണുന്നത്. ദേശീയതയ്ക്ക് മുകളിലുള്ള പ്രശ്നം അഥവാ അൾട്രാ നാഷണലിസം എന്നതും ദേശീയതയ്ക്ക് താഴെയുള്ളത് അഥവാ സബ് നാഷണലിസം എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതിലൊന്ന്, സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതാണോ എന്നുള്ള ചോദ്യം. അത് പലപ്പോഴും നമ്മൾ പല ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് പറയണമെന്നില്ല. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിലേക്കുള്ള വിമർശനം വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ശ്രമിച്ചില്ല എങ്കിൽ കൂടി അവരെ അനുകൂലിക്കുന്ന ആൾക്കാർ, അവരുടെ അനുഭാവികൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പോരാളികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ സൈബർ ഇടങ്ങളിലെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം അൾട്രാ നാഷണലിസം പറയുക എന്നുള്ളതാണ്. അത് ശരിയായ ഒരു നടപടിയല്ല. അത് നമ്മുടെ കേന്ദ്ര തലത്തിൽ നോക്കുമ്പോഴാണ് ഈ നാഷണലിസം എന്ന് പറയുന്നതിനെ മുകളിലേക്ക് പോയി ഒരു അൾട്രാ നാഷണലിസമായിട്ട് പറയുന്നത് എന്തും, ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് എന്തും ഈ പറയുന്നത് പോലെ രാജ്യത്തിനെ വിമർശിക്കുന്നതാണ് എന്ന രീതിയിലേക്ക് ഇതിനെ കാണുന്നത്. അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് സബ് നാഷണലിസം. നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ കാണുന്നത് അതാണ്. സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ സംസ്ഥാന ദ്രോഹിയായി മാറുന്നു. ഈ കോവിഡ് ഫൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളാണ് നമ്പർ 1 എന്ന് കാണിക്കാനുള്ള ഒരു ത്വര. ഈ കോവിഡ് ഫൈറ്റ് എന്ന് പറയുന്നത് രാജ്യം കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ ലോകം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലെന്തുകൊണ്ടും ഞങ്ങളാണ് ഒന്നാമത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര, കേരളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മറ്റുള്ളതിനേക്കാൾ സുപ്പീരിയർ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിലുള്ളത് കൊണ്ടാണ്. അത് നാഷണലിസം അല്ല, സബ് നാഷണലിസമാണ്. ഇന്ത്യ എന്ന ഗ്രേറ്റർ ഗോളിനേക്കാൾ എനിക്ക് വലുത് കേരളമാണ്. നീ UP നോക്കൂ, നീ ഗുജറാത്ത് നോക്കൂ, നീ ബംഗാൾ നോക്കൂ, അവിടെ എല്ലാം മോശം. ഇവിടെയാണ് ഏറ്റവും മഹത്തരം. മഹാരാഷ്ട്ര നീ നോക്കൂ, അവിടെ മൊത്തം നശിച്ചിരിക്കുന്നു. ബീഹാറിലേക്ക് നോക്കൂ, ഡൽഹിയിലേക്ക് നോക്കൂ, പക്ഷേ കേരളമാണ് പ്രധാനം. ഇത് വളരെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ടൈംസ് നൗവിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജുമായിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ സീറോ പ്രിവേലൻസ് സ്റ്റഡിയെപ്പറ്റി പറഞ്ഞ് കേരളം മികച്ച രീതിയിലുള്ള പ്രതിരോധമാണ് കാണിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ ആങ്കറായിട്ടുള്ള പത്മജ ജോഷി ചോദിച്ച ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആസാം കേരളത്തിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് എങ്കിൽ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന സബ് നാഷണലിസം അല്ല, അത് നാഷണലിസമാണ്. കാരണം മറ്റൊരാൾ ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ ഗിവ് വെയർ ഇറ്റ് ഈസ് ഡ്യൂ എന്ന് പറയുന്നതാണ്. പക്ഷേ അതിന് പകരം നമ്മുടെ മന്ത്രി ചെയ്തത് ഇല്ല, അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ്. അതായത് അവരുടെ പ്രയത്നങ്ങളെക്കാൾ മികച്ചത് ഞങ്ങളുടേതാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയത്നം. അത് സബ് നാഷണലിസമാണ്. നമ്മളിവിടെ പലപ്പോഴും ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് കിറ്റക്സിൻ്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിലേക്ക് പോയിരിക്കുന്ന ഒരാളിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ ശ്രമിക്കുന്നു. അയാൾ കേരളത്തിനെ മോശപ്പെടുത്തി പറയുന്നുവെന്ന് നമ്മുടെ മുഖ്യമന്ത്രി അത്രയും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, വ്യവസായ മന്ത്രി, അദ്ദേഹം പറഞ്ഞു കേരളത്തിനെ ചീത്തപ്പെടുത്താൻ അല്ലെങ്കിൽ ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ വിഷയത്തിലാണെങ്കിലും യാഥാർത്ഥ്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ആൾക്കാർ പറയുന്ന സമയത്ത് സംസ്ഥാനത്തെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇത് തന്നെയാണ് കേന്ദ്രതലത്തിൽ നടക്കുന്ന അൾട്രാ നാഷണലിസം. കേരളത്തിലേക്ക് വരുമ്പോൾ അത് സബ് നാഷണലിസം ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ട് സ്ഥലത്തും വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, വിമർശനം ജെനുവിനായിട്ട് ഉന്നയിക്കുന്ന ആൾക്കാർ ഈ സിസ്റ്റത്തിൻ്റെ ശത്രുക്കളാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രതലത്തിലാണെങ്കിൽ രാജ്യദ്രോഹി എന്ന് പറയാം. അതിന് ഇക്വലൻ്റായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പദമാണ് സംസ്ഥാനദ്രോഹി. ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും കേരള സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ വളരെ സറ്റൈറിക്കലായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും വന്ന് അതിൽ പറയുന്നത്, തമാശയായിട്ടാണെങ്കിലും ഉപയോഗിക്കുന്നത്, സംസ്ഥാനദ്രോഹി എന്നുള്ള പദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ അത് മുകളിലേക്കോ താഴേക്കോ പോയിട്ട് ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. അതുമായി തന്നെ ചേർന്ന് കിടക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. താങ്കൾ പറഞ്ഞതുപോലെ പുറംതള്ളലിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പുറംതള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അനിഹിലേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. പല ഭാഗികമായിട്ടുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കാശ്മീരി പണ്ഡിറ്റുകൾ, അല്ലെങ്കിൽ 1984 നടന്നിരുന്ന സിഖ് കൂട്ടക്കൊല,
ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം, 2 മതവിഭാഗങ്ങളുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉള്ള ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇഫക്റ്റുകൾ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പതിറ്റാണ്ടുകൾ നിന്നിട്ടുണ്ട് എങ്കിൽ കൂടി ആരെയെങ്കിലും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പുറന്തള്ളൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഭരണഘടനയുള്ളതും ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നതും. ഭരണഘടന തന്നെ തിരുത്തി പല കാര്യങ്ങളും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വളരെ അധികം ആൾക്കാർ അവരുടെ ജീവൻ കൊടുത്ത് നമുക്ക് നേടിത്തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിനെ അങ്ങനെ ഏതാനും ചില ആൾക്കാരോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളോ വിചാരിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അത് വംശഹത്യകളാണെങ്കിലും ഒക്കെയാണെങ്കിലും ഏറ്റവും തെറ്റായിട്ടുള്ള അപലപനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ അതാത് ഭരണ നേതൃത്വത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും ദോഷമായിട്ടുള്ള ഒരു കാലമാണ്. ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന രീതിയിൽ ആൾക്കാർ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പല പത്രങ്ങളും ബ്ലാങ്ക് ആയിട്ട് അവരുടെ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലമാണ്. വളരെ കൂടുതൽ കാലം, ഒരു 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ പിന്നീടുള്ള ചില കാലം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ചില കാലമുണ്ട്. ഉദാഹരണത്തിന് 1971 ലിബറേഷൻ വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരികയും ചെയ്തതാണ്. അപ്പോൾ ഈ വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ് നാഷണലിസം, ദേശീയത, അല്ലെങ്കിൽ ഈ രാജ്യം, ഭാരതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഏതെങ്കിലും ഒരു ലീഡർ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് സാക്രിഫൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു കോംപ്രമൈസിന് പോയിട്ടുണ്ടാവാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ ആരുടെയും തന്നെ ദേശീയ ബോധം അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നതൊന്നും തന്നെ ആരും അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു അർത്ഥത്തിൽ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ ഈസ് ഹിയർ ടു സ്റ്റേ, നാഷണലിസം ഈസ് ഹിയർ ടു സ്റ്റേ. പക്ഷേ അൾട്രാ നാഷണലിസം, സബ് നാഷണലിസം എന്നിവ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കാനുള്ള ഒരു വിമർശനം എന്നുള്ള എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഇത്തരം കാര്യങ്ങളിൽ ഉയർത്തുന്ന വിമർശനങ്ങളിൽ ഈ ഭൂതകാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം, അതായത് കശ്മീരിൻ്റെ വിഷയത്തിലാണെങ്കിലും കശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടപ്പലായനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സിഖ് കലാപമാണെങ്കിലും ഗുജറാത്ത് കൂട്ടക്കൊലയാണെങ്കിലും ഇതെല്ലാം ഇന്ന് മറ്റൊരു വെർഷനിൽ തിരിച്ചു വരാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഏറ്റവും അഗ്രസീവായിട്ട് ഇടപെടാൻ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹത്തിലും അടക്കം ഇടപെടാൻ കഴിയുന്ന താങ്കളടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ മൃദുവായി പോകുന്നു എന്നൊരു വിമർശനമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അതിന് ഒരു ഉദാഹരണം പറയൂ? ഇല്ല, ഞാൻ അതിന് ഉദാഹരണം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്. താങ്കൾ സംസാരിച്ചപ്പോൾ പോലും ഇതിനിടയ്ക്ക് നമ്മൾ സബ് നാഷണലിസത്തിന്റെ വിഷയങ്ങളിൽ ഒരുപാട് അഗ്രസീവായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഉദാഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതാണ് എന്ന് പറയുന്നത് സബ് നാഷണലിസം ആണെന്ന് പറയുന്ന ആ ഒരു വിഷയത്തെയും, അതുപോലെ തന്നെ രാജ്യത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒഴിവാകണമെന്ന് പറയുന്നത് അൾട്രാ നാഷണലിസത്തിന്റെയും ഭാഗമാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ഒരേ ഗ്രാവിറ്റിയിൽ ഈ വിഷയത്തെ കാണാൻ കഴിയില്ല. രണ്ടും രണ്ടായിട്ട് കാണാനേ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഒന്ന് സബ് നാഷണലിസം ആണ് എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ആ സബ് നാഷണലിസം എന്ന് പറയുന്നത് അൾട്രാ നാഷണലിസത്തിന്റെ ഗ്രാവിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദശാംശം പോലും വരില്ല, അല്ലെങ്കിൽ ശതാംശം പോലും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ല, അവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് നോക്കൂ, എൻ്റെ റേസ് എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാൾ സുപ്രീമാണ് എന്ന് പറയുന്നതാണ് അൾട്രാ നാഷണലിസം. അഡോൾഫ് ഹിറ്റ്ലർ ഉപയോഗിച്ചത് അതേ തന്ത്രമാണ്. അതാണ് നാസിസം. എൻ്റേതാണ് സുപ്പീരിയർ, ആര്യൻ റേസ് ആണ് സുപ്പീരിയർ എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ അതാണ് അൾട്രാ നാഷണലിസം. കേരളമാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിൽ നമ്മളതിനെ ചുരുക്കിക്കൊണ്ട് നേഷൻ എന്നതിൻ്റെ താഴേക്ക് കൊണ്ടുവന്ന് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ചത്, ഞങ്ങളുടേതിന് അപ്പുറത്തേക്ക് മറ്റൊരാളില്ല എന്ന് പറയാനുള്ള ഒരു ത്വര കാണിക്കുമ്പോൾ അതൊരു മത്സര രംഗത്താണെങ്കിൽ അത് ഓക്കെയാണ്.
ഇപ്പോൾ ദേശീയ ഗെയിംസ് നടക്കുകയാണ്, അത് ശരിയാണ്. പക്ഷേ കോവിഡ് പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് കപ്പടിക്കാനുള്ള ഒരു മത്സരമല്ല. ആ ഒരു സമയത്ത് നമ്മളിത് കാണിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹിറ്റ്ലറിന് ഇത് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റുകളെ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഭാഗത്ത് നിൽക്കേണ്ടുന്ന ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല എന്ന് താങ്കളൊരു ആരോപണം ഉന്നയിച്ചത് കൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി താങ്കളത് പറഞ്ഞില്ല. ഇല്ല, അതിലെനിക്ക് കൂട്ടിച്ചേർക്കാനില്ല. ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ആ കാര്യത്തിൽ. സോറി. എങ്കിലും ഓക്കെ. ശ്രീജിത്ത് നമസ്കാരം. എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞു സവർക്കറുടെ നിലപാടുകളോടൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു എന്ന് നേരത്തെ ശ്രീജിത്ത് പറയണ്ടായി. കമ്മ്യൂണിസത്തിനെ കുറിച്ചിട്ട് ശ്രീജിത്തിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങളെ സമീപിക്കാറുള്ളത് എന്ന് പറഞ്ഞു. എങ്കിലും പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ടുള്ളത്, സാമ്പത്തിക വിഷയങ്ങളിൽ സോഷ്യലിസ്റ്റ് നിലപാടുകളോടാണോ പൊതുവിൽ താല്പര്യം, അതോ കുറേം കൂടി ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകളാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. താങ്ക് യു. പറയാം. ഒന്ന്, ചോദിച്ചത് കമ്മ്യൂണിസത്തിനെ പറ്റിയുള്ള നിലപാടാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം, എനിക്ക് കമ്മ്യൂണിസത്തിനോട് എതിർപ്പൊന്നുമില്ല, പക്ഷേ കമ്മ്യൂണിസം പ്രായോഗികമല്ല എന്ന് എനിക്ക് തോന്നുന്നതിനുള്ള ചില കാരണങ്ങളുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് അവരുടേതായിട്ടുള്ള ചില അടിസ്ഥാന ശിലകളുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഉദാഹരണത്തിന്, കമ്മ്യൂണിസത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് വർഗ്ഗങ്ങളുണ്ട്. അത് ഒന്ന് ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർ, ഒപ്രസറും, രണ്ട് ഈ വിവേചനം നേരിടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അധകൃതരായിട്ടിരിക്കുന്ന ആൾക്കാർ, പീഡനം അനുഭവിക്കുന്ന ആൾക്കാർ, സമൂഹത്തിൽ ഉന്നമനം നേടാൻ കഴിയാത്ത ആൾക്കാർ, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, തൊഴിലാളി വർഗ്ഗം എന്നുള്ളതാണ്. അവർ ഒപ്രസ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവിടെ ഈ ഒപ്രസ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മറ്റെല്ലാ കോൺസെപ്റ്റുകളും, മാർക്സിസം ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, ഈ കോൺസെപ്റ്റുകളെല്ലാം അതിൽ തന്നെയാണ് മിക്സ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ഒപ്രസ്ഡ് എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒപ്രസർ എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വരികയാണ്. അതായത് പരമ്പരാഗതമായിട്ട് പീഡനം നേരിടുന്നത് ആരിൽ നിന്നാണ്? അത് അധികാരമുള്ളവരിൽ നിന്നാണ്. ആ അധികാര സ്ഥാനത്തേക്ക് കമ്മ്യൂണിസം എത്തുന്ന സമയത്ത് അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അവിടെയാണ് കമ്മ്യൂണിസത്തിൻ്റെ പല ആദർശങ്ങളും ഇന്നത്തെ CPIM പിന്തുടരുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ പ്രൈവറ്റൈസേഷനെ ഒരു വശത്ത് എതിർക്കുകയും മറ്റ് പല മേഖലകളിലും പ്രൈവറ്റൈസേഷനെ അനുകൂലിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നിലപാട് പലപ്പോഴും CPM എടുക്കാറുണ്ട്. കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സംഭവം, ആ കൺസൾട്ടൻസി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ബഹുരാഷ്ട്ര കുത്തകളെ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് CPMൻ്റെ അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ അല്ലെങ്കിൽ ഇവർ പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചിന്തകൾക്ക് വിഘാതമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾക്ക് വിഘാതമാണ്. ഒരു വശത്ത് പ്രൈവറ്റൈസേഷനെ അംഗീകരിക്കാത്ത ആൾക്കാർ തന്നെ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം ഒരു ഉദാഹരണം, ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇവിടെ പ്രൈവറ്റൈസേഷൻ വേണ്ട, ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തിൻ്റെ എയർപോർട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകണം എന്ന നിലപാടെടുക്കുകയും അതിൻ്റെ ചുവട് പറ്റിക്കൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിലുള്ള മംഗലാപുരം എയർപോർട്ടിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം പോകുന്ന സമയത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദർശത്തിനെ അവർ തന്നെ കശാപ്പ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ CPIM ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ എൻ്റെ അഭിപ്രായമുള്ളൂ. ഞാൻ പലപ്പോഴും, ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലും CPIM പിന്തുടരുന്നത് കമ്മ്യൂണിസമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ കമ്മ്യൂണിസത്തിനോടുള്ള എതിർപ്പല്ല, CPIMൻ്റെ നടപടികളോടുള്ള അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന അല്ലെങ്കിൽ തത്വത്തിൽ വാദിക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അവർക്കാണ്, അവരായിരിക്കണം അതിൻ്റെ ആ വാദത്തിൻ്റെ അപ്പോസ്തലന്മാർ. പക്ഷേ കഴിഞ്ഞ വർഷം കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി പോലീസ് നിയമത്തിൽ 118A എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ എഴുതി ചേർത്തു. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കൂച്ചുവിലങ്ങിടുന്നു എന്നല്ല, അതിനെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു സർക്കാരിന് അത്തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് നടപടിയിലേക്ക് പോകാൻ പറ്റുന്നത്? അപ്പോൾ അത് കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നമാണോ CPMൻ്റെ പ്രശ്നമാണോ? അത് പ്രശ്നമുണ്ടായി, ഒരു വിവാദമുണ്ടായിരുന്ന സമയത്ത് സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ
കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് പറയുന്ന സമയത്ത് സ്പ്രിംഗ്ലർ ഇവിടെ വരുന്നു. സ്പ്രിംഗ്ലർ ഒരു കുത്തകയല്ലേ? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് വരുന്നു, അതൊരു കുത്തകയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളല്ല നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ വിമർശനം അതാണ്. CPM കമ്മ്യൂണിസത്തിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഇനി മറ്റൊന്ന് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു, അത് ഏതാണ് എന്ന് ചോദിച്ചു. തീർച്ചയായും സോഷ്യലിസ്റ്റ് എക്കോണമി അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിലാർക്കും തന്നെ അതിശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് സോഷ്യലിസ്റ്റ് എക്കോണമിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനവും പോലും ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കേരളമടക്കം. രാജ്യം മൊത്തത്തിൽ തന്നെ 1990-കളിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ PV നരസിംഹറാവു എടുത്തിരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഫലമായിട്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയെ തള്ളിക്കൊണ്ടാണ് നമ്മൾ ഈ പുതിയ ഒരു ഓപ്പൺ എക്കോണമിയിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സെമി ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് കളഞ്ഞു. കാരണം പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതിന് സോഷ്യലിസ്റ്റ് എക്കോണമിയിലുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഡിച്ച് ചെയ്തിട്ടൊരു 2 പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 3 പതിറ്റാണ്ട് സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 25 വർഷം ചുരുങ്ങിയതായിട്ടുണ്ട്. 25 എനിക്കൊന്ന് 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി, സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും എല്ലാവിധ സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നടത്തണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സർക്കാർ ഒരു എനേബിളർ ആയിരിക്കണം. സർക്കാർ ഇത്തരം കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യുന്നതിനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്നും ആൾക്കാർ തന്നെ മുന്നോട്ട് വരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം എന്നുള്ളതുമാണ് അഭിപ്രായം. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെ നോക്കിയാലോ മറ്റുള്ള പല രാജ്യങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ട്രാൻസ്പെറൻ്റായിട്ടും ഏറ്റവും കൂടുതൽ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ ബിസിനസ്മാൻമാരെ പിൻപോയിൻ്റ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അംബാനിയും അദാനിയും ദൈവമാണെങ്കിൽ അവർക്കൊരു പക്ഷേ യൂസഫ് അലിയും രവി പിള്ളയും മോശമായിരിക്കാം. നേരെ മറിച്ച് യൂസഫ് അലിയും രവി പിള്ളയും മികച്ച ആൾക്കാരാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അംബാനിയും അദാനിയും മോശമായിരിക്കാം. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെടുക്കുന്ന നിലപാടുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവരാണ് തൊഴിൽദായകർ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ സർക്കാരിന് എത്രത്തോളം തൊഴിൽ നൽകാൻ കഴിയും. കേരളത്തിനെ പോലെയുള്ള ഒരു സ്ഥലത്ത് വ്യവസായത്തിൽ എത്രത്തോളം, ഏതൊക്കെ വ്യവസായത്തിൽ മൂലധനം ഇറക്കാൻ കഴിയും, സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയും, സർക്കാർ സർവീസിൽ എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് നൽകാൻ കഴിയും എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളമെന്നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടരേണ്ടത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആൾക്കാർക്ക് ഇവിടെ നിക്ഷേപിക്കാനും വ്യവസായം നടത്താനും വ്യാപാരം നടത്താനുമുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും അതുവഴി ഉയർന്ന മൂല്യമുള്ള ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഞാനത് ആൻസർ ചെയ്തു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സിദ്ദിഖ് ഡാനിഷയുടെ കാര്യമൊക്കെ പറഞ്ഞു. മറുവശത്ത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും സമയക്കുറവുണ്ട്. അല്ലല്ല ഒറ്റ ചോദ്യം കൂടി ഇപ്പോൾ ഈ ഇപ്പോൾ റിലീജിയന്റെ ഈ കാര്യം ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ താലിബാന്റെ പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുപോലെ ഇന്ത്യയിലും സംഘപരിവാരങ്ങളൊക്കെ തീവ്രമായ ആശയത്തിന്റെ പേരിൽ, അല്ല മാംസം കഴിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ കൈവശം വെച്ചതിന്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലുന്ന പ്രവണതകളൊക്കെ ഉണ്ട്. വേഷം നോക്കി ഐഡന്റിഫൈ ചെയ്ത് കൊന്നു കളഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അന്നേരം അതിനെ എങ്ങനെയാണ് ശ്രീജിത്ത് നോക്കി കാണുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. താങ്ക് യു. അല്ല ജിജോയ്, ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അൾട്രാ നാഷണലിസം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അൾട്രാ നാഷണലിസം എന്ന് പറയുന്നതും സബ് നാഷണലിസം എന്ന് പറയുന്നതും 2 തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അൾട്രാ നാഷണലിസം എന്ന് പറയുന്നതിന് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്രസക്തിയില്ല. അവിടെ സബ് നാഷണലിസമാണ്. രാജ്യത്തിലാണ്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അൾട്രാ നാഷണലിസം എന്നും സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ രാജ്യദ്രോഹികളാണ് എന്നുമാണ്. സംസ്ഥാനദ്രോഹി എന്നല്ല ഞാൻ പറഞ്ഞത്, രാജ്യദ്രോഹിയായിട്ട് കാണുന്നു. അതാണ് അൾട്രാ നാഷണലിസം എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. മോദിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തെ വിമർശിക്കുന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് അൾട്രാ നാഷണലിസമാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അത് കേരളത്തിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് സബ് നാഷണലിസവുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ തലത്തിൽ ഒന്നിനും
സംസ്ഥാന തലത്തിൽ രണ്ടാമത്തേതിനുമാണ് റെലവൻസ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഈ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയാം, ഗോവിന്ദ് പൻസാരയെ കൊന്നിരിക്കുന്നത് ആര്, അല്ലെങ്കിൽ ഗൗരി ലങ്കേഷിനെ കൊന്നിരിക്കുന്നത് ആര്, ആ കേസുകൾ പൂർണ്ണമായി തെളിവായിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ സംഘപരിവാറാണെന്നോ അതിന് പിന്നിൽ RSS ആണെന്നോ പറയുന്ന അതേ ആൾക്കാർ തന്നെ ചർച്ചകളിൽ എന്നോടൊപ്പം പങ്കെടുത്തിരുന്നപ്പോൾ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നയാളാണ് നമ്മുടെ എം പി രാജേഷ്. ഡാനിഷ് സിദ്ദിഖിയുടെ മരണത്തിനെപ്പറ്റി നടത്തിയിരിക്കുന്ന ട്വീറ്റിൽ താലിബാൻ എന്നൊരു വാക്ക് പറയാമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുത്തിയതാണ് എന്നൊരു വാക്ക് അതിൽ കാണിക്കാമോ? അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതിൽ ഇവരെല്ലാം പുലർത്തുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടിനെ വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയാനുള്ള ഒരു ആർജവം ഉണ്ടായിരിക്കുകയും നേരെ മറിച്ച് അത് അങ്ങനെ അല്ലാത്ത ഒരു വിഷയത്തിൽ ഡാനിഷ് സിദ്ദിഖി വഴിയിൽ വീണ് മരിച്ചതാണ് എന്ന് തോന്നുന്ന ഒരു സ്വാഭാവിക മരണമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുന്നു. അത് അവരുടെ രാഷ്ട്രീയത്തിന് സ്യൂട്ടബിളായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. പിന്നെ ഈ മാംസം കയ്യിൽ വെച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു വേർഷനുണ്ട്, മറ്റൊരു വേർഷൻ അതിലുണ്ട്. അതായത് ഈ പശുവിനെയോ മറ്റോ കടത്തിക്കൊണ്ട് പോയതാണ് എന്നൊരു വേർഷനുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഓൾട്ട് ന്യൂസിൻ്റെ ഫൗണ്ടർ കൊണ്ടുവന്നിരുന്ന ഒരു വാർത്ത. ആ വാർത്ത ഇത്രത്തോളം വോളട്ടൈലായിട്ട് എങ്ങനെയാണത് പോയത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സൂഫി പേരുള്ള ഒരു കക്ഷി, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിനെ ആൾക്കാർ തല്ലി ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഓൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റിൻ്റെ ഫൗണ്ടർ മുഹമ്മദ് സുബൈറാണ് സമൂഹ മാധ്യമത്തിൽ വീഡിയോ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. പിന്നീട് വാർത്ത വന്നപ്പോൾ എന്തായി, അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹത്തിനെ തല്ലിയിരിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ്, ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ വീഡിയോ എഡിറ്റഡാണ് എന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ പറഞ്ഞില്ല. അദ്ദേഹം നടത്തിയിരുന്ന ചില ടാലിസ്മാൻ വിൽക്കുന്ന ആളാണ്, അത്തരത്തിലുള്ള ഏലസുകൾ വിറ്റിരുന്നപ്പോൾ ആ ഏലസുകൾ വിറ്റ ആൾക്കാരെ കബളിപ്പിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതാണ്. പക്ഷേ നാട്ടിൽ നടന്നത് എന്താണ്? അദ്ദേഹത്തെ തല്ലുന്നതും കാര്യങ്ങളും എല്ലാം തെറ്റാണ്, അതൊരു വശം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഒരു ഫാക്ട് ചെക്കിംഗ് സൈറ്റിൻ്റെ ആൾക്കാർ പോലും പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിന് അനുകൂലമായിട്ടുള്ള, നമ്മൾ ഏത് മതവിഭാഗത്തിനെ അനുകൂലിക്കുന്നു, ആരെ എതിർക്കുന്നു എന്നതിനെ രാഷ്ട്രീയവുമായി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണത എന്ന് പറയുന്നത് അൾട്രാ നാഷണലിസവും അല്ല, സബ് നാഷണലിസവും അല്ല, പ്യുവർ ഹേട്രഡാണ്. ആ ഹേട്രഡ് എന്ന് പറയുന്നതിനേക്കാൾ മെച്ചം സബ് നാഷണലിസം ആണെന്ന് പറയേണ്ടി വരും. അത്രേ എനിക്കതിന് ആ വിഷയത്തിൽ അഭിപ്രായമുള്ളൂ. താങ്കൾക്ക് RSS എന്ന് പറയാൻ പോലും കഴിയുന്നില്ല, അതാണ് പ്രശ്നം ശ്രീജിത്ത്. താങ്ക് യു എനിവേ. അല്ല, നിങ്ങൾക്ക് RSS എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറയണം. ആ കേസിൻ്റെ സ്റ്റേറ്റസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും RSS എന്ന് പറയാം. കാരണം ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഫാക്ട് ബേസ്ഡ് ആയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഞാൻ ഈ പൊതുമാധ്യമത്തിൽ വെച്ച് താങ്കളോട് പറയുന്നു, RSS ആണ് ആ കൊലപാതകത്തിൻ്റെ പിന്നിലെന്ന് താങ്കൾക്ക് ഇപ്പോൾ തെളിവ് കൊണ്ടുവരാം, തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നതായിരിക്കും. പക്ഷേ ഇൻഡിപെൻഡൻ്റായിട്ട് ഈ ഫോറത്തിലുള്ള ആൾക്കാർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ഒരുപക്ഷെ താങ്കൾ ഒരു ആരോപണം ഉന്നയിക്കുന്നതും ഞാനൊരു വസ്തുത പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മളിപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വളർത്തിയെടുത്തത് കൊണ്ടും നമ്മൾ നന്നായി വായിച്ചത് കൊണ്ടും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ശ്രീജിത്തിന്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. നല്ല ചോദ്യം. അതിൽ എനിക്ക് പറയാനുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള മറുപടിയാണ്. കാരണം നമുക്ക് പല രീതിയിലുള്ള ടാലൻറ്റ് അറിയാം. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല. ചിലർക്ക് നന്നായി ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാകും, എനിക്കതിനില്ല. അഭിനയിക്കാൻ അറിയുന്നവരുണ്ടാകും, എനിക്കതില്ല. ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് ഇൻഹറൻ്റായിട്ടുള്ള ഇൻബോണായിട്ടുള്ള ചില ടാലൻറ്റുകളാണ്. നമുക്കതിനെ ഒരു പരിധിവരെ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും യാതൊരു വിധത്തിലുള്ള സംഗീത വാസനയും ജന്മനാലില്ലാത്ത, യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഒരു നല്ല പാട്ടുകാരനാക്കി എടുക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, തീരെ സംഭവ്യമല്ല. നേരെ മറിച്ച് ഇതൊന്നും തന്നെ ഇല്ല എങ്കിലും ഒരാൾക്കുണ്ടാകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടാലൻ്റാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാട്ട് പാടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, ഈ പറയുന്നത് പോലെ നമുക്ക് അഭിനയിച്ചില്ലെങ്കിലും ജീവിക്കാം, നമുക്ക് ചിത്രം വരച്ചില്ലെങ്കിലും ജീവിക്കാം. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ അത് വളരെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു വിഷയം നമ്മളിപ്പോൾ ഒരാളിനോട് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ലാണ്.
നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗം അത് വിശദീകരിക്കുക എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. എത്രത്തോളം നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരാളിനെ പോലും എക്സെപ്ഷനായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാതെ സമൂഹത്തിലുള്ള എല്ലാവിധ ആൾക്കാർക്കും ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ ഫിയർലെസ് ആയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കുട്ടിയെ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ LKG UKG ക്ലാസ്സിൽ ഞാൻ കൊണ്ട് ചേർക്കുന്ന സമയത്ത് ആ സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ കുട്ടികളെയും, അവരുടെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെങ്കിൽ ആ 20 കുട്ടികളെയും ഓരോരുത്തരെയായി സ്റ്റേജിൽ കയറ്റി അവർ സംസാരിക്കാൻ പറയും. എന്തെങ്കിലും ഒരു വിഷയം കൊടുക്കും, സംസാരിക്കാൻ പറയും. ഇത് ഈ ചെറുപ്പകാലത്ത് തന്നെ ആൾക്കാർക്ക് ഈ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇല്ലാതെയാക്കി മാറ്റും. ഇത് ഇവരെ എല്ലാം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേറ്റേഴ്സായിട്ട് പിന്നീട് വളർത്തി വരുത്തുന്നതിന് നമ്മുടെ വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിന് പോവുക എന്ന് പറയുന്നത്. എത്ര നന്നായി പഠിക്കുന്ന ആളാണെങ്കിലും എത്ര നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണെങ്കിലും ഇൻ്റർവ്യൂ എന്ന് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഇതെല്ലാം തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്കുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, കുറേയധികം ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ പരിമിതമായിട്ടുള്ള സമയമായിരിക്കും നമുക്ക് പലപ്പോഴും കിട്ടുക. അത് വളരെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ അവരോട് നമ്മുടെ ഒരു കാര്യം ധരിപ്പിക്കുന്നതിന് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം ആ കാര്യത്തിനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് പിന്നീട് ആളിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഈ കേസിനെ പിന്നീട് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ കിട്ടിയിരുന്ന എല്ലാ സാധ്യതകളെയും മാക്സിമൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ശശി തരൂരാണെങ്കിലും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയാണെങ്കിലും, അഖിലേഷ് യാദവ് ആണെങ്കിലും, ഇങ്ങനെ പലവിധ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരോട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വളരെ നല്ല രീതിയിൽ, ഒരുപക്ഷെ ഇഫക്റ്റീവായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യം പറയാൻ സാധിച്ചതുകൊണ്ടും അവരിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ടും അതിൻ്റെ ഫലമായിട്ട് വീണ്ടും തുടർ കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഇവരെല്ലാം തന്നെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 4-5 പേരുള്ള ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് അവിടെ ഒരു എൻക്വയറി കമ്മീഷൻ സ്ഥാപിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു മ്യൂസിയം സ്ഥാപിക്കണം ഗവൺമെൻറ് ചെലവിൽ എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അരമണിക്കൂറിനുള്ളിൽ ഒരു മുഖ്യമന്ത്രിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ആ ഓർഡർ ഇടുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ 2016 അഖിലേഷ് യാദവിനെ കണ്ടപ്പോൾ സംഭവിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു കുട്ടി അന്തർമുഖനായിട്ട് നിൽക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വളരെ ആവശ്യമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മലയാളം ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടാകും, ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതുന്നുണ്ടാകും, പക്ഷേ ഇത് തിരിച്ചു നടക്കുന്നത് വളരെ അപൂർവമാണ്. നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാളിനോട് ചിലപ്പോൾ ഒരു നല്ല ലേഖനം എഴുതി തരാൻ പറഞ്ഞാൽ കഴിയണമെന്നില്ല. അതുപോലെ നന്നായി ഇംഗ്ലീഷ് എഴുതുന്ന ഒരാളിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ അത് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ റീഡിംഗ് വൈഡൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലിസണിങ് വൈഡൻ ചെയ്യുകയോ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ടിപ്സാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ ചെറു പ്രായത്തിൽ തന്നെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സായി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു അനുഭവം. Thanks, bro. Hope Arun, that answers your question. Yes. Thank you, Srijit. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഇല്ലായിരുന്നു എന്നും പിന്നീടത് ഏത് സാഹചര്യത്തിലാണ് അത് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സെക്യുലറിസത്തിൻ്റെ നിർവചനം അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, ഏത് രീതിയിലാണ് ആൾക്കാർ അതിനെ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നതിന് വളരെ വലിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മതങ്ങളെയും താങ്കൾ പറഞ്ഞതുപോലെ A=B എന്ന് കരുതുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം. അതായത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എല്ലാ മതവിഭാഗങ്ങളെയും തുല്യമായി കാണുന്നു, തുല്യമായ രീതിയിലുള്ള പരിഗണന എല്ലാവർക്കും നൽകുന്നു എന്നുള്ളതാണ് സെക്യുലറിസം എന്നാണ് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ്റെ സെക്യുലറിസത്തിനെ പറ്റിയുള്ള നിർവചനം അതല്ല. സർക്കാർ ഒരു മതവിഭാഗത്തിനെയും പരിഗണിക്കുന്നില്ല എന്നുള്ളിടത്താണ് സെക്യുലറിസം വിജയിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. തുല്യ പരിഗണന നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂസിവിറ്റിയാണ്, അത് സെക്യുലറിസം അല്ല. ഞാനതുകൊണ്ട് മനസ്സിലാക്കുന്നത് മതം എന്ന് പറയുന്നതിനെ ഒരു വിഷയത്തിലും സർക്കാർ ഒരു പരിഗണനാ വിഷയമാക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഒരു സ്കൂളിലെ കുട്ടിയെ ചേർക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ഫോമിൽ മതം എന്താണെന്ന് രേഖപ്പെടുത്തണമെന്ന് സർക്കാരാണ് നമ്മളോട് പറയുന്നത്. നമ്മളോട് സർക്കാർ പറയുകയാണ് നിൻ്റെ ജാതിയും ഉപജാതിയും എല്ലാം നീ ഡിക്ലെയർ ചെയ്യണം എന്ന് സർക്കാരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഉയർന്ന മതവിഭാഗം, താഴ്ന്ന മതവിഭാഗം, പിന്നാക്ക വിഭാഗം, മുന്നാക്ക വിഭാഗം എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? സർക്കാരാണ്.
നമ്മുടെ നാട്ടിലുള്ള കുറേയധികം ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് OBC എന്ന രീതിയിൽ അവരോട് പറയുകയാണ്, അവരെ ആ ഗ്രൂപ്പിൽ പെടുത്തി വെച്ചിരിക്കുകയാണ്. ആരാണത് പറയുന്നത്? ഞാനല്ല, താങ്കളല്ല, ഇവിടെയുള്ള ആരുമല്ല, ഇവിടുത്തെ സർക്കാരാണ്. അപ്പം കുറേയധികം ആൾക്കാരെ നിങ്ങൾ ബാക്ക്വേർഡാണ്, റിലീജിയസ് ആയിട്ട് നിങ്ങൾ ബാക്ക്വേർഡാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാസ്റ്റ് ബേസ്ഡ് നിങ്ങൾ ബാക്ക്വേർഡാണ് എന്ന് പറയുന്ന ഒരു വിവേചനം ഉണ്ടാക്കുന്നത് സർക്കാരാണ്. ആ ഒരു വിവേചനത്തിന് നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ നിലനിൽക്കേണ്ടുന്ന ഒരു പ്രത്യേക കാലപരിധി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലപരിധി നമ്മൾ മാറ്റിയതിന് ശേഷം എപ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ 14 പറയുന്ന കൃത്യമായ രീതിയിലുള്ള തുല്യത, ആ തുല്യത നമ്മളെപ്പോൾ നടപ്പാക്കാൻ കഴിയും? അത് നടപ്പാക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അതിന് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 27% ജോലികളിലും അല്ലെങ്കിൽ ചില അഡ്മിഷനും മറ്റുമായി ബന്ധപ്പെട്ട OBC സംവരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനം വരുന്നു, ദേശീയ തലത്തിലേക്ക് പ്രഖ്യാപനം വരുന്നു, സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപനം വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് എന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. തന്നെയുമല്ല, ഞങ്ങൾക്ക് ബാക്ക്വേർഡ് കാസ്റ്റ് ആകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി പിന്നാക്ക വിഭാഗമാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും തന്നെ സമരങ്ങൾ നയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ പറയുകയാണ് എനിക്ക് പിന്നാക്കമായാൽ മതി, എനിക്ക് മുന്നാക്കമാകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതുവഴി കിട്ടുന്ന കുറച്ചധികം പ്രിവിലേജുകളാണ്. അപ്പോൾ അതുകൊണ്ട് സെക്യുലറിസം എന്ന് പറയുന്നത് ഇൻക്ലൂസിവിറ്റി ആണ് എന്ന രീതിയിൽ എനിക്ക് ഒരു അഭിപ്രായമില്ല. പകരം അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെയോ സമുദായത്തിനെയോ ജാതിയെയോ പ്രീണിപ്പിക്കുന്നതോ വിരോധമുണ്ടാക്കുന്ന രീതിയിലോ ആവാൻ പാടില്ല എന്നുള്ളിടത്താണ് ശരിയായ രീതിയിലുള്ള സെക്യുലറിസം നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ക്ഷേത്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരുന്നതിനുള്ള ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത് റൺ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പ്രത്യേക കവനൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് ക്ഷേത്രങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ തന്നെ ഒരു കക്ഷിയാക്കിക്കൊണ്ട് ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ പലപ്പോഴും ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് തന്നെ സർക്കാരുകളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അത് അന്നുണ്ടാകുന്നതിന്, ഞാൻ ഈ സംവരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ഒരു ഇൻക്ലൂസിവിറ്റി എന്നൊക്കെ പറയുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതുപോലെ അന്നത്തെ കാലത്ത് ഇതിനൊക്കെ റെലവൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പല പ്രോവിൻസുകളെ നമ്മൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് ഇന്ത്യയിലേക്ക് ചേർക്കുന്ന സമയത്ത് അന്ന് കൊടുത്തിരുന്ന പല പ്രിവിലേജുകളുണ്ട്. ഇപ്പോൾ രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പല രീതിയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആരാധനാലയങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വന്നു നിൽക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ താങ്കൾ ഈ പറഞ്ഞ ചോദ്യത്തിന് അത് വേറൊരു രീതിയിൽ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നു. അതിൻ്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പലപ്പോഴും ആരോപണങ്ങളുണ്ടാകുന്നു. അതിൻ്റെ ഫണ്ട്, നമുക്കിപ്പോൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 10 കോടി രൂപ സർക്കാർ എടുത്തിരുന്നതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഫണ്ട് വകമാറ്റുന്നു അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള വിവാദങ്ങൾ വരികയും പിന്നീട് കോടതി അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും റിലീജിയസ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് അവിടെ ഹേർട്ട് ചെയ്യപ്പെടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു ചിന്തയുണ്ടാകും, എന്തുകൊണ്ട് ഞങ്ങളുടെ മതത്തിനെ മാത്രം സർക്കാർ കൺട്രോൾ ചെയ്യുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡെഫിനിഷനിൽ വന്നാൽ, അതായത് ഞാൻ പറഞ്ഞ ഡെഫിനിഷനിൽ വന്നാൽ എല്ലാ മതവിഭാഗങ്ങളെയും സർക്കാർ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് ഒരു മതവിഭാഗത്തിലും ഒരു കൺട്രോളുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് കുറച്ചുകൂടി വ്യക്തമാകും. ഉദാഹരണത്തിന് വഖഫ് ബോർഡുകളെ വഖഫ് ബോർഡുകൾക്ക് വിടുക, അവർ നോക്കട്ടെ. അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ നിന്ന് അവരുടെ ഒരു ഇലക്ട്രൽ സംവിധാനമുണ്ടായി, ഒരു ട്രസ്റ്റ് ഉണ്ടായി, അവർ നടത്തട്ടെ. നമ്മുടെ ഇപ്പോൾ ഭദ്രാസനങ്ങളും മറ്റും എങ്ങനെയാണ് നടക്കുന്നത്, വിവിധ സഭകൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിനുള്ള പൂർണ്ണമായ അധികാരം അവർക്കുള്ളതുപോലെ അവർ ചെയ്യട്ടെ. അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളും ആ രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞിരിക്കുന്ന നിർവചനം അനുസരിച്ചാണെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെയും മുസ്ലിം പള്ളികളെയും വഖഫ് ബോർഡിനെയും പൂർണ്ണമായിട്ടും മറ്റുള്ള ഭദ്രാസനങ്ങളെയും പാഴ്സികളുടെ ആരാധനാലയങ്ങളെയും എല്ലാം സർക്കാർ എടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരും. അതിനു പകരം ഇതെല്ലാം അതാത് മതവിഭാഗം തന്നെ റൺ ചെയ്യുന്നതിന് വേണ്ടി വിടട്ടെ, സർക്കാർ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സ്പെസിഫിക്കായിട്ട് താങ്കൾ ചോദിച്ച ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പെറ്റീഷനുണ്ട്. അതിൻ്റെ വാദം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ക്ഷേത്രങ്ങളെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് വിടുതൽ ചെയ്ത് അത് അതാത് ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണ് വരുന്നതെങ്കിലും അതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഇൻഡിവിജ്വൽ ക്ഷേത്രങ്ങളുടെ ഇത്തരത്തിലുള്ള ഭരണസമിതി മാറണം, അത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്നിരുന്ന എല്ലാ വ്യവഹാരങ്ങളിലും അത് അങ്ങനെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ നിന്ന്
നിന്ന് മാറ്റണം എന്ന രീതിയിലാണ് വിധികളുണ്ടായത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു വിധി ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നയാളാണ് ഞാനും. താങ്ക് യു. താങ്ക് യു ശ്രീജിത്ത്. മിസ്റ്റർ ശംഭു. ശ്രീജിത്ത് ചോദിക്കാനുള്ളത്, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു LDF UDF ഒരു രാഷ്ട്രീയ ബലാബലം പതിറ്റാണ്ടുകളായി നടന്നു വരികയാണ്. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് LDF അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിലനിർത്തുകയും ചെയ്തു. വരുന്ന ഒരു ദശകത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് തരത്തിലുള്ള ഒരു ദിശാമാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ തുടരുമോ എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, അത് പ്രഡിക്റ്റബിൾ അല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വളരെ ഡൈനാമിക് ആയിട്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൻ്റേത്. ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് അടിക്കടി മാറുന്നതാണ്. ഉദാഹരണത്തിന് വളരെ ചെറിയ രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കൊടുത്തിരുന്ന അതേ ആൾക്കാർ തന്നെയാണ് 2 വർഷങ്ങൾക്കിപ്പുറം UDF ഒരു സ്നേഹവുമില്ല എന്ന രീതിയിൽ ഏതാണ്ട് 100ഓളം സീറ്റുകൾ LDF കൊടുത്ത് അവരെ വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 19-1 എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ള സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും ഇല്ലാത്ത ഒരു ജനത തന്നെ പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് 99-41 എന്ന നിലയിലേക്ക് മറുപക്ഷത്തിനെ ഫേവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രത്തോളം ഡൈനാമിക്കാണ് എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെ ഒരു വിഷയവും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സ്വർണ്ണക്കടത്ത് വിഷയമോ അതിന് തൊട്ട് മുമ്പ് ബാർക്കോഴ വിഷയമോ അല്ലാതെ നമ്മുടെ നാട്ടിൽ അടിക്കടി പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ വളരെ വലിയ രീതിയിലുള്ള ഷെൽഫ് ലൈഫ് നേടാതെ പോയതും ഇത്തരത്തിലുള്ള വോളറ്റൈലിറ്റി കൊണ്ട് തന്നെയാണ്. അനുദിനം സാഹചര്യങ്ങൾ മാറി വരുന്നതാണ്. അപ്പോൾ അതൊരു ലോങ് ടൈം പ്രൊഡിക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർച്ചയായിട്ടുള്ള ഭരണം കിട്ടുന്ന ഒരു സാഹചര്യം ത്രിപുരയിലോ ബംഗാളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ളതുപോലെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്കുള്ള സ്വീകാര്യത അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അസംബ്ലിയിലുള്ള ആൾക്കാരുടെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിനുള്ള കേപ്പബിലിറ്റി തുടങ്ങിയ ഒരുപാട് ഫാക്ടറുകളുണ്ട്. അതായത് മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് LDF അനുകൂലമായിരുന്നു എന്ന് ഞാൻ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭാ നടപടികൾ പ്രത്യേകിച്ച് തത്സമയം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് സഭയിലൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ട് പാകതയുള്ള കുറേയധികം നേതാക്കന്മാരെന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ താർക്കികമായിട്ടാണെങ്കിലും വളരെയധികം കഴിവുള്ള കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ പുതുതായിട്ട് ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരുപക്ഷെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അത്തരത്തിലുള്ള പല ആൾക്കാർക്കും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ശിവൻകുട്ടിയെ പോലെയുള്ള ഒരാളിനോട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വിഷയം ചോദിക്കുന്ന സമയത്ത് ധാർമ്മികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് അത് ആൻസർ ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിൽ ചുറ്റി നിൽക്കുമ്പോൾ അത് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിൽ ധാർമ്മികമായിട്ട് പോലും എന്തെങ്കിലും ഒരു മറുപടി പറയുന്ന സമയത്ത് അത് വിവാദത്തിനിടയാകാനുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ എണ്ണം കുറവായിരുന്നു. ഇതിപ്പോൾ അധികാരത്തിലേറി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ ഒരുപാട് ഇത്തവണ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് PC വിഷ്ണുനാഥിനെ പോലെയുള്ള അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ VD സതീശനെ പോലെയുള്ള ആൾക്കാരവിടെ ഉണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസ്സിന് നിയമസഭയ്ക്ക് പുറത്തും ഇപ്പോൾ ഉണ്ട്. ശ്രീ K സുധാകരൻ എന്ന് പറയുന്നത് വളരെ ആർജവമുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവെന്നുള്ള ഇമേജ് ഉള്ളയാളാണ്. അപ്പോൾ അതുകൊണ്ട് LDF ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെ ഒരു പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിനേക്കാൾ മികച്ച രീതിയിൽ അതിനെ തുറന്നു കാട്ടുന്നതിനുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നത്തെ കോൺഗ്രസ്സിനുള്ളതുകൊണ്ട് തന്നെയുമല്ല ഇത്തരത്തിലുള്ള വളരെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ നിയമനം ബന്ധു നിയമനം എന്നൊക്കെ പറയുന്നത് ആദ്യമേ തന്നെ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള പല മരമുറി കേസ് പോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്നു, ആശ്രിത നിയമനം എന്ന രീതിയിലുള്ള ആരോപണങ്ങളുണ്ടാകുന്നു, സർക്കാരിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള കോടതി വിധികൾ ആദ്യം തന്നെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ എന്ത് കരുതും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ LDF അവൈലബിളായിട്ടുള്ള ലീഡർഷിപ്പ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നിട്ട് അന്ന് വൈകുന്നേരം മനോരമയിൽ ഉണ്ടായിരുന്ന ഫ്ലാഷ് ന്യൂസിൻ്റെ തലക്കെട്ട് കിറ്റ് തുണച്ചു തുടർഭരണത്തിന് സാധ്യത എന്ന് വിലയിരുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അന്ന് അവർ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായിരുന്നപ്പോൾ കിറ്റ് അവരെ തുണയ്ക്കും എന്ന രീതിയിലൊരു ധാരണ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരെ കാര്യമായിട്ട് എന്തായാലും തുണച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ
ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാവുകയും ആൾക്കാരുടെ ഒരു പ്രിവിലേജിനപ്പുറത്തേക്ക് ഇതൊരു റൈറ്റാണ് എന്ന രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് കിറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ആയുധമായി മാറാനുള്ള സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് ഏതോ ഒരു സർക്കാർ ഏതോ ഒരു കാലത്ത് നമുക്ക് റേഷൻ സംവിധാനം എന്ന് പറഞ്ഞൊരു സംഭവം തന്നു. ഇന്ന് റേഷൻ എന്ന് പറയുന്നത് പ്രിവിലേജ് അല്ല, അധികാരമാണ് എന്നുള്ള ബോധം എല്ലാവർക്കുമുണ്ട്. അതേപോലെ കിറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അത് ഏതെങ്കിലും ഒരു സർക്കാർ നമുക്ക് നൽകുന്ന ഔദാര്യമല്ല എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ കിറ്റ് എന്നൊക്കെ LDF തന്നെ പറഞ്ഞ് അവരുടെ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ ഒരു ഭരണത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആര് ഭരിച്ചാലും ഉണ്ടാകുമെന്ന സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ആൾക്കാരുടെ പ്രയോറിറ്റി ഡിഫറൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അനുസ്യൂതം തുടരുന്ന ഒരു ഭരണം ഇടതുപക്ഷത്തിന് കിട്ടുമോ കിട്ടില്ലയോ എന്ന് പറയുന്നത് ഒരുപക്ഷെ ജമ്പിങ് ദ ഗൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇവിടെ ബൈക്കിൽ രോഗിയെ കൊണ്ടുപോയി. അപ്പൊ അതിന് ഒരു ജോക്ക് പോലെ ഒരു FB-യിൽ താങ്കൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒന്ന് അവസാനം ആൻസർ ആയിട്ട്. ഓക്കെ, ഓരോന്നും പറയാം. ഒന്ന്, താങ്കൾ ചോദിച്ചത് ആർട്ടിക്കിൾ 1921 വിഘാതമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു ഫാഷിസ്റ്റ് നടപടിയിലേക്ക് പോകുന്നുണ്ടോ എന്നാണ്. അത് ഏത് വിഷയത്തിലാണ് എന്ന് പറയുമോ? ആർട്ടിക്കിൾ 19-നെയോ 21-നെയോ ഹനിച്ചിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് എന്ന് പറയാമോ? എങ്കിൽ ആ വിഷയത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യത്തിൽ നമുക്കറിയാം പല കാര്യങ്ങളും, പ്രൈവസിയുടെ കാര്യങ്ങൾക്ക് നമുക്കറിയാം പല കാര്യങ്ങളും. ഇപ്പൊ പെഗാസസ് ആയിക്കോട്ടെ, അതിന് മുമ്പ് ആയിക്കോട്ടെ, പ്രൈവസിയുടെ എത്തി നോക്കുന്ന പല കേസുകളും അതിപ്പോ എന്താണെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറെ അധികമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ലൈഫ് ഇപ്പം സുപ്രീം കോടതി തന്നെ പല കാര്യങ്ങൾക്കും സെൻട്രൽ ഗവൺമെന്റിനെതിരെ വിമർശനമായിട്ട് രംഗത്ത് വന്നു. അല്ലല്ല, ഒരു സെക്കൻഡ് ഈ പല കാര്യങ്ങൾ എന്ന് പറയാല് ഞാൻ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറയൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ആ വിഷയം പറഞ്ഞാൽ, ഇപ്പോൾ പെഗാസസ് എനിക്ക് മനസ്സിലായി. മറ്റേത് വിഷയത്തിൽ പെഗാസസ് എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്ന റൈറ്റ് ടു പ്രൈവസിയാണ് വരിക, അത് ആർട്ടിക്കിൾ 21-ലാണ് വരിക. ഇനി ആർട്ടിക്കിൾ 19 ഏതാണെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ അതും കൂടി അഡ്രസ് ചെയ്യാം. ഓക്കെ, ഈ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് വരുന്നതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം ഗവൺമെന്റിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ UAPA ചുമത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാൻ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഗവൺമെന്റിനെതിരെയാണ് പോകുന്നത്, ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് UAPA ചുമത്തിയിരിക്കുന്നത്. ഡൽഹിയിലുണ്ടായ ഇൻസിഡന്റ് അറിയാം. ഡൽഹിയിലെ പല കുട്ടികളും ജവഹർലാൽ നെഹ്റു നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ, അപ്പൊ അവരൊക്കെ നേരിട്ട പ്രശ്നങ്ങൾ ഇതാണ്, ഗവൺമെന്റിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ഫാമേഴ്സിന്റെ കാര്യം നമുക്കറിയാം, ഫാമേഴ്സ് അതുപോലെ ശശി തരൂരിന്റെ കേസ് അറിയാം, ഗവൺമെന്റിനെതിരെ ട്വീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് UAPA ചുമത്താൻ കാരണം. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഖനിക്കുന്നതാണ് ഇതൊക്കെ. അപ്പം ആ ഒരു നിലപാട് ഒരു ഫാസിസം അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ലേ? അല്ല, ഒന്ന് ഞാൻ ഓരോ കേസായിട്ട് പറയാം. ഒന്ന് ആർട്ടിക്കിൾ 21 ചോദിച്ചത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഒരാളിന് ജീവിക്കാനുള്ള അവകാശമാണ്. അത് ഒരുപാട് മൗലികാവകാശങ്ങൾ ചേർന്നതാണ്. എസെൻഷ്യലി അതിൻ്റെ ഭാഗം തന്നെയാണ് ഒരാളിൻ്റെ സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നാണ് കോടതിയുടെ ഉത്തരവ്. അപ്പോൾ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് തീർച്ചയായും ഒരാളിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു റൈറ്റാണ്. ഒന്ന്, ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളൊരു ആരോപണം ഉന്നയിക്കും. ഇപ്പോഴും പെഗാസസ് എന്ന് പറയുന്നത് ഇപ്പോഴും ആരോപണമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ കയ്യിലോ എൻ്റെ കയ്യിലോ പൊതുസമൂഹത്തിൻ്റെ കയ്യിലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നോ അത് ഗവൺമെൻറ് തന്നെ ചെയ്തതായിന് എന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഞാൻ ടൈംസ് നൗവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. ആ ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ അത് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP പറഞ്ഞപ്പോൾ എന്താണ് ആ തെളിവ് എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് പിന്നാലെ വരും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള അതിനെ ഹനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണെങ്കിലും പ്രധാനമായിട്ടുള്ള 3 വസ്തുതയാണ് പെഗാസസ് കേസിലുള്ളത്. അതിലൊന്ന്, ഒരു കൺസോർഷ്യം, 17 മാധ്യമങ്ങളുടെ ഒരു കൺസോർഷ്യം, അവർ ഇത്തരത്തിലുള്ള സ്നൂപ്പിംഗ് നടന്നു എന്ന് പറയുന്ന കുറേയധികം വ്യക്തികൾ, ഇത്രയും ആൾക്കാർ പറയുന്ന ആരോപണമായിട്ടുള്ള ഒരു കാര്യം, പെഗാസസ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ ട്രേസസ് അവരുടെ ഫോണുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പെഗാസസിൻ്റെ ട്രേസസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവരൊക്കെ നിരീക്ഷണ വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഡർ ചെയ്തിട്ടാണ് ഇത് നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഈ 3 വിഷയങ്ങളിൽ ഒന്നിന് പോലും തെളിവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്ക്. ആ ഡ്രോബാക്ക് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായിട്ടാണെങ്കിലും മൗലികാവകാശങ്ങളെ ഹനിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഒരാരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം ഉന്നയിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിയമപ്രകാരമുണ്ട്.
ആരോപണം ആരാണോ ഉന്നയിക്കുന്നത് ആ ആളാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ താങ്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എനിക്ക് ആ പണം എടുത്ത് തരികയല്ല ചെയ്യുന്നത്. ഞാൻ ആ പണം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവെങ്കിലും ഞാൻ കൊണ്ടുവരണം. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. ആരോപണം ഉന്നയിക്കുന്നയാളിനാണ് ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞതാണ് എനിക്കൊന്ന് 2 ദിവസം മുമ്പ് ഫ്രാൻസിന്റെ സൈബർ സെക്യൂരിറ്റി വന്ന് പറഞ്ഞിട്ടുണ്ട് പെഗാസസ് അറ്റാക്ക് നടന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ കുറെ രാജ്യങ്ങളിലെയും ഈവൻ ഇന്ത്യയിലെയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആ ഏജൻസി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് വീണ്ടും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഫ്രാൻസിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഫ്രാൻസ് അത് അന്വേഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ മൊറോക്കോ എന്ന രാജ്യം നിരീക്ഷിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അവിടെ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡൻ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 ലോക്കസ് സ്റ്റാൻഡിയാണ്. അതായത് ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ, ഇന്ത്യൻ നിയമം അനുസരിച്ച് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഫ്രാൻസിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പോലും അത് പരിഗണിക്കില്ല. ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഉദാഹരണത്തിന് ദ വയറിൻ്റെ ഓണറായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചീഫ് എഡിറ്ററായിട്ടിരിക്കുന്ന ആൾ സിദ്ധാർത്ഥ വരദരാജൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ, MK വേണുവിൻ്റെ കയ്യിൽ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെയോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഒന്നാമത്തെ കാര്യം. അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും എനിക്കും തർക്കമില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം അത്തരത്തിലൊരു തെളിവിനെ പറ്റി നമ്മൾ ആരും കണ്ടിട്ടില്ല. 1. 2, ഇവിടെ നിയമവിധേയമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. താങ്കളുടെ റൈറ്റ് ടു പ്രൈവസി ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി താങ്കളാണ്. ആ സമയത്ത് താങ്കൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ആശ്രയിക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും സുപ്രീം കോടതിയിലേക്ക്, ഈ അപ്പലറ്റ് കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ, ലോക്കസ് ഇല്ലാത്ത MP ജോൺ ബ്രിട്ടാസ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അഗ്രീവ്ഡ് ആയിട്ടുള്ള 40ഓളം ഇന്ത്യക്കാരുണ്ട് എന്ന് പറയുകയും അതിൽ 10 പേരുടെ എങ്കിലും ഫോണുകളിൽ ഇതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരാൾ പോലും കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഗവൺമെൻറ്റിനെ ഒരു പാർട്ടിയാക്കിക്കൊണ്ട് നിങ്ങളാണിത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ഗവൺമെൻറ്റിന് നോട്ടീസ് അയക്കും. ഗവൺമെൻറ് നോട്ടീസ് അയക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ പക്ഷം വിശദീകരിക്കുന്നതിന് ഗവൺമെൻറ് നിർബന്ധിതമായി തീരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള ഒരു ആരോപണമായിരിക്കണം എന്നുള്ളത് ഈ കേസ് കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യമുണ്ടാകണം. അത് ചെയ്യാതെ ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കൃത്യമായ കാര്യം. അതിനൊരു നല്ല ഉദാഹരണം ഞാൻ താങ്കൾക്ക് താരതമ്യത്തിന് പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിൽ പ്രൈവസി ഭേദിക്കുന്ന രീതിയിൽ നടന്നിരുന്ന കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പ്രിംഗ്ലർ വിഷയമാണ്. കാരണം ആ വിഷയത്തിൽ ഇവിടെ കുറേയധികം ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് സ്പ്രിംഗ്ലർ കമ്പനിക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ആരോപണം. പ്രതിപക്ഷം എന്താണ് ആ വിഷയത്തിൽ ചെയ്തത്? കേവലം ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം ഈ സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാറിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നു. ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഏതൊക്കെ ക്ലോസുകളിലാണ് പ്രശ്നം എന്ന് കാണിക്കുന്നു. അങ്ങനെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പോകുന്നു, രേഖകളുടെ അടിസ്ഥാനത്തിൽ. അവിടെ സർക്കാർ നിർബന്ധിതമായി തീരുന്നു ഇവിടെ വിവരങ്ങൾ വന്ന് പറയാൻ. അപ്പോൾ കോടതിക്ക് അവിടെ ബോധ്യപ്പെട്ടു ഇവിടെ ആൾക്കാരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതിന് മുൻപ് കൺസെൻറ്റ് വാങ്ങുന്നില്ല എങ്കിൽ അത് റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷനാണ്. അവിടെ സെർവറുകൾ ആരുടെ സെർവറിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? കേരള സർക്കാരിൻ്റേതാണോ മറ്റുള്ളവരുടേതാണോ? പ്രെമിസസുകളിലേക്ക് ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴാണ് കോടതി പറയുന്നത് ഇതിൽ ഒരു പ്രൈവസിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അനോണിമസ് ആക്കി ഡേറ്റ അനോണിമൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഓർഡർ ഇടുന്ന സാഹചര്യം. ഈ സാഹചര്യവും പെഗാസസുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇവിടെ പ്രതിപക്ഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോയപ്പോൾ കേന്ദ്രത്തിൽ തെളിവുകൾ ഇന്നേ വരെ വന്നിട്ടില്ല. ഇത്രയും ദിവസമായതിനു ശേഷവും ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി 2, ആ വിഷയത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ, അതായത് ഇപ്പോൾ അതുമായി കൺസേൺഡ് ആയിട്ടുള്ള മന്ത്രാലയം അവർ റിലീസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രി റിലീസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്കൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാകണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശശി തരൂർ തന്നെ ഹെഡായിട്ടുള്ള ഒരു IT കമ്മിറ്റി അവിടെ ഉണ്ട്. ശശി തരൂർ തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പരിഗണിക്കാവുന്ന വിഷയമാണ് എന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പോലും IT കമ്മിറ്റി പരിഗണിച്ചുകൊള്ളാമെന്ന് ശശി തരൂർ പറയുകയും JPC വേണമെന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ആർട്ടിക്കിൾ 21-ൻ്റെ വയലേഷനാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ UAPA ചുമത്തുക എന്ന് പറയുമ്പോൾ താങ്കൾ ആ പറഞ്ഞിരിക്കുന്ന സിദ്ദിഖാപ്പൻ്റെ വിഷയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിദ്ദിഖാപ്പൻ്റെ വിഷയമാണെങ്കിൽ അവിടെ UAPA ചുമത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫാഷിസം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് UP-യിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന UP സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്. കേരളത്തിൽ UAPA ഉണ്ടായിട്ടില്ലേ? അലൻ താഹ വിഷയത്തിൽ UAPA ചുമത്തിയിരുന്നത് കേന്ദ്ര സർക്കാരാണോ?
അല്ല, ഇവിടെ പിണറായി സർക്കാരാണ്. ആ പിണറായി സർക്കാർ അത് ചുമത്തിയിരുന്നത് പോലും ഞങ്ങളിത് നടപ്പാക്കുകയില്ല, UAPA ഒരു കാടൻ നിയമമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന പിണറായി സർക്കാർ തന്നെ കിട്ടിയ ആദ്യ മാത്രയിൽ തന്നെ ഈ 2 കുട്ടികളുടെ മേൽ ഈ നിയമം ചാർത്തി. അവിടെ സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട് ആ വിഷയം എന്താണ് അതിൻ്റെ മെറിറ്റ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല. അദ്ദേഹത്തിനെ ചില ആൾക്കാരുടെ കൂടെ പിടിച്ചു എന്നും അദ്ദേഹം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് എന്ന രീതിയിലുമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന നമ്മുടെ പ്രസ് ക്ലബിനോ അല്ലെങ്കിൽ പ്രസ് കൗൺസിലിനോ അറിയുമോ? അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അദ്ദേഹം ഇതിനാണ് പോയത് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് പറ്റും. അത് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് പറ്റുന്ന തെളിവുകൾ അവരും ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടത് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നേരെ മറിച്ച് കേരളത്തിൽ നടന്നിരുന്നത് കൃത്യമായിട്ടുള്ള ഫാഷിസത്തിൻ്റെ ഉദാഹരണമാണ്. അത് പറയുന്നതിനുള്ള കാരണം, നിങ്ങൾ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ നിങ്ങളൊരു അഭിപ്രായം ഏതെങ്കിലും ഒരു മാധ്യമം വഴി പറയുകയോ ചെയ്താൽ ഡെഫമേഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഇത് ആരെപ്പറ്റിയാണോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ ആളിന് ഇത് വെച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനഹാനി ഉണ്ട് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടാവുകയും ചെയ്താൽ അയാൾക്ക് നിയമ നടപടിക്ക് സമീപിക്കാനുള്ള പരിപാടിയാണ് ഡെഫമേഷൻ. നേരെ മറിച്ച് കേരള സർക്കാർ കൊണ്ടുവന്നതല്ല. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഞാനിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുന്നു. ആ വിമർശിക്കുന്നത് CPMൻ്റെ കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി മെമ്പറിൻ്റെ അയൽവക്കക്കാരന് ഇതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാം. 1. 2, അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, പോലീസിന് നേരിട്ട് കേസെടുക്കാം. ആരും പരാതിക്കാരുണ്ടാവേണ്ട. പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, പോലീസ് തന്നെ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നു, പോലീസ് തന്നെ കേസെടുക്കുന്നു. കേസെടുത്ത് കഴിഞ്ഞാൽ ആ ആളിന് ശിക്ഷാ നടപടി എന്ന് പറയുമ്പോൾ ഫൈനും തടവും എല്ലാം കൂടി കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതില്ല. അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിയല്ല, ആർക്കും ചെയ്യാം. കാരണം ഈ വിഷയത്തിനെ കോഗ്നിസബിൾ ഒഫൻസ് ആക്കി മാറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് ഫാഷിസമല്ല എങ്കിൽ പിന്നെന്താണ്? അതിന് തുല്യമായിട്ട് ഈ 118A എന്നതിന് തുല്യമായിട്ട് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ താങ്കളോടൊപ്പമാണ്. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് ഫാഷിസമാണെന്ന്. ഇനി താങ്കളുടെ ടേണാണ്. അത് എന്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന 118Aക്ക് തത്തുല്യമായിട്ടുള്ള നിയമമെന്ന് താങ്കൾ പറയണം. ഇനി ആ അവസാനം ചോദ്യത്തിലേക്ക് വരുന്നു. ആ ഒരു റേപ്പ് ജോക്ക്, ആ വിഷയത്തിൽ ഞാൻ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 100% ആ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസിന് കേസെടുക്കാൻ ഇവിടെ വലിയ വാർത്തയൊക്കെ ഉണ്ടായല്ലോ, അത് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ്. അതിൽ കേസില്ല. കാരണം അതിൽ കേസ് ചാർജ് ചെയ്യാനായിട്ടുള്ള വകുപ്പില്ല. ഇതേ പ്രശ്നം തന്നെയാണ്. അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടി ഉണ്ടാകണം. അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മാനനഷ്ടം ഉണ്ടാവണം. ആ മാനനഷ്ടം ഉണ്ടായി എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് അതിനകത്തിലുണ്ടാകണം. അങ്ങനെയൊന്നുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് അത്രയും വസ്തുതകളാണ്. 1, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, കേരളത്തിൽ കോവിഡ് ആംബുലൻസിൽ രോഗി മാനഭംഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെറ്റാണെന്ന് താങ്കൾ പറയുന്നുണ്ടോ? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ കോവിഡ് ആംബുലൻസിൽ രോഗി മാനഭംഗത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേരള പോലീസാണ്. പിന്നെ എങ്ങനെ കേരള പോലീസിന് കേസെടുക്കാൻ പറ്റും? അതൊരു ജെനുവിനായിട്ടുള്ള വാലിഡായിട്ടുള്ള കേസാണ്. ഇവിടെ മന്ത്രിയായിരുന്ന KK ശൈലജയെ പോലെയുള്ള ആൾക്കാർ പ്രതികരിച്ച വിഷയമാണ്. 1. 2, ഈ ബൈക്കിൽ ആളെ കൊണ്ടുപോയിരിക്കുന്നത് മറ്റേ ജാം സാൻഡ്വിച്ച് പോലെ കൊണ്ടുപോയി എന്നുള്ള പ്രയോഗമാണ്. സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ടേമാണ്. കഴിഞ്ഞ ദിവസം താങ്കൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ചക്കകത്ത് രോഹിത് ശർമ്മ ദിനേശ് കാർത്തിക്കിനും ഒപ്പം ഒക്കെ നിൽക്കുന്ന രണ്ട് ആൾക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അതിന് അദ്ദേഹം ഇട്ടിരുന്ന കമൻറ്റ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 പീപ്പിൾ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഡാണ്. നമ്മുടെ കോവിഡ് ആംബുലൻസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ബൈക്കിൽ ആളെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള കൃത്യമായ ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡുകൾ പിന്തുടരുന്ന ഗൾഫ് ന്യൂസ്, ദൈജി വേൾഡ്, ഇവരൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കൂ. ദ പേഷ്യൻ്റ് വാസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 വോളണ്ടിയേഴ്സ് ഓൺ എ മോട്ടോർ ബൈക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് ന്യൂസിനെ പോലെയുള്ള, ടൈംസ് ഓഫ് ഇന്ത്യയെ പോലെയുള്ള, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെയുള്ള ഒരു മാധ്യമം സാൻഡ്വിച്ച് എന്ന പദം സെക്സിസ്റ്റ് ആണ് എങ്കിൽ, അതൊരു റേപ്പ് ജോക്കാണ് എങ്കിൽ, അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമാണ് എങ്കിൽ അത് ഉപയോഗിക്കുമോ? ഈ സമയത്ത് താങ്കൾക്ക് ചെയ്യാവുന്നത് നേരെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുക്കുക, സാൻഡ്വിച്ച് എന്നുള്ള വേർഡ് സെർച്ച് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് കിട്ടും സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് A ബിറ്റ്വീൻ B ആൻഡ് C എന്ന് വെച്ചാൽ അതിനിടയ്ക്കുള്ള സ്ഥലത്തേക്ക് അവരെ തിരുകുക എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും
അതിപ്പോൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് പരിജ്ഞാനം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതറിയാത്ത ആൾക്കാർക്ക് ശശി തരൂരിൻ്റെ കാറ്റൽ ക്ലാസ് എന്ന് പറയുന്ന പ്രയോഗം പോലെ തന്നെ അവർക്കതിനെ റേപ്പ് ജോക്ക് എന്ന് പറയുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. വളരെ കൃത്യമായിട്ട് ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകർ പോലും, ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്, നമ്മുടെ കേരള കൗമുദിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള നമ്മുടെ ഇദ്ദേഹമാണ്, രഞ്ജിത്ത് മാരാരാണ്. രഞ്ജിത്ത് മാരാർ ആ പരിപാടി, അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്, എനിക്ക് ഈ പോസ്റ്റിനകത്തിൽ സ്ത്രീ വിരുദ്ധതയോ പ്രശ്നങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. പല മാധ്യമങ്ങൾ എനിക്ക് ആ വിഷയത്തിൽ അഭിമുഖം ചോദിച്ചിട്ടുണ്ട്. അവരോടെല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും ഞാൻ ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തന്നെ നിൽക്കുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശവുമില്ല. വളരെ കൃത്യമായിട്ടുള്ള സർക്കാസം എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെയും ഹനിക്കുന്ന രീതിയിൽ അത് പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, രണ്ടാൾക്കാർ നമ്മുടെ PPE കിറ്റ് ഇട്ടുകൊണ്ട് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി എന്നാണ് ആ വാർത്ത വരുന്നത്. ഞാൻ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30-ക്കാണ്. ആ 2 പേരിൽ ഒരാൾ സ്ത്രീയാണെന്ന വാർത്ത വരുന്നത് പോലും ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ പരാമർശത്തിനെ നിങ്ങൾക്ക് സ്ത്രീവിരുദ്ധമായിട്ട് പറയാൻ കഴിയും? സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നതില്ല, പക്ഷേ അതൊരു സ്ത്രീയെ പറ്റിയാണ് എന്ന് പോലുമുള്ള ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ആരോപണം പോലും തെറ്റാണ്. അതുകൊണ്ട് താങ്കളുടെ ആ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി 100% ഉറച്ചു നിൽക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമായിരുന്നു. കേസെടുക്കാനുള്ള വകുപ്പ് അതിനകത്തിലില്ല എന്നുള്ളതാണ് വ്യക്തം. ഇനി ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാനുള്ള ടേണാണ്. 118A സമാനമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ പറയുക, ഞാനത് ഫാസിസ്റ്റ് നിയമമാണെന്ന് പറയാം. വളരെ ദീർഘമായിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. ആദ്യത്തെ താങ്കളുടെ ആ കമൻറ്റിന് എനിക്കൊരു വിശദീകരണം ആവശ്യമാണ്. താങ്കൾ പറഞ്ഞത് റേപ്പ് ജോക്ക് വിഷയത്തിൽ ഞാൻ മാപ്പ് പറയത്തില്ല എന്നാണ് തീരുമാനമെങ്കിൽ തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത് എന്നുള്ളത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അതില് താങ്കളുടെ ചോദ്യമായിട്ടല്ല ഉദ്ദേശിച്ചത് ഞാൻ. താങ്കൾ അങ്ങനെ, പിന്നെ താങ്കൾ അങ്ങനെയാണ് അല്ലല്ല, അങ്ങനെയല്ല അൻവർ ഷാ, അങ്ങനെയല്ല. ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരാളിനെതിരെ പാസീവായിട്ടൊരു റിമാർക്ക് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു പാസീവ് റിമാർക്ക് പോലും പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതില്ല എങ്കിൽ നിങ്ങൾ ആ പരാമർശം അവിടെ പറയാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ചോദ്യത്തിന് അതുമായിട്ട് ബന്ധമില്ല. എന്താണ് ആ റേപ്പ് ജോക്ക് വിഷയത്തിൽ മാപ്പ് പറയേണ്ടുന്ന സാഹചര്യം? ഞാൻ പറഞ്ഞ വിശദീകരണത്തിൽ ഏതാണ് താങ്കൾക്ക് തൃപ്തികരമല്ലാത്തത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പാസീവ് റിമാർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. താങ്കൾ ആ ഒരു സന്ദർഭത്തില് അവരത്രയും പെട്ടെന്നൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്, താങ്കൾ അത് പോസിറ്റീവായിട്ടല്ല ഇട്ടത്, താങ്കൾ നെഗറ്റീവായിട്ടാണ്. അതായത് കേരളത്തിലുള്ള കോവിഡ് പ്രതിരോധം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, ഒരു ബൈക്കിനകത്താണോ ഒരു കോവിഡ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, ആ രീതിയിലേക്ക് കൃത്യമായിട്ട് കളിയാക്കിയിട്ടാണ് ഇട്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. സറ്റയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സറ്റയറാണെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെന്താ താങ്കൾക്ക് അത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം എന്താണ്? സറ്റയറാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ പ്രശ്നം അതാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. 100% ഒരു കോവിഡിലേക്കുള്ള ഒരു കോവിഡിൻ്റെ കെയറിൻ്റെ കുറച്ച് പ്രോട്ടോക്കോളുകൾ താങ്കൾക്കറിയില്ല എങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് അഷീൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ പലപ്പോഴും പ്രോട്ടോക്കോളുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നയാളാണ്. ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് അതിൻ്റെ ഒരു പ്രീ കെയർ സംവിധാനത്തിൽ നിന്ന് ഒരു രോഗിയെ മാറ്റേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോളിസിയുണ്ട്. അവിടെ ഒരാൾ വളരെ ക്രിട്ടിക്കലാണ് എങ്കിൽ ഒരു നിമിഷം കൊണ്ടല്ല അയാൾ ക്രിട്ടിക്കലാകുന്നത്. അങ്ങനെ ക്രിട്ടിക്കലാണ് എങ്കിൽ ആംബുലൻസ് സൗകര്യത്തിൽ വഴി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് കോവിഡ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ആ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് അവിടെ ആംബുലൻസ് ലഭ്യമല്ല എങ്കിൽ ഒരു 2 വീലറിൽ അവിടെ ഒപ്പമുള്ള ആൾക്കാരുടെയോ ആ കൊണ്ടുപോകുന്ന വഴിയിലുള്ള ആൾക്കാരുടെയോ ആരോഗ്യത്തിനെ പൊട്ടൻഷ്യലി റിസ്ക് ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു രോഗിയെ ഒരിക്കലും ഇരുത്തിക്കൊണ്ട് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം, അതും പ്രത്യേകിച്ച് അത്യാസന്ന നിലയിലുള്ള ഒരാളിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രോട്ടോക്കോൾ ഉള്ള സമയത്ത് ഒരു ആംബുലൻസ് അവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ അല്ലാതെ ഞാൻ യോഗി ആദിത്യനാഥിനെ വിമർശിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള ഒരു രോഗിയെ 2 വീലറിൽ ഇരുത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന എത്ര ഡോക്ടർമാരെ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ആ നടപടി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് കിട്ടിയില്ല എങ്കിൽ അതിന് തത്തുല്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ എന്താണ് എന്ന് ഓരോ പ്രീ കെയർ സിസ്റ്റവും കൃത്യമായ രീതിയിലുള്ള
കണക്കെടുപ്പുകൾ നടത്തി അതിനുള്ള സജ്ജീകരണം നടത്തണം, അല്ലാതെ ഇതൊരു മാതൃകയാക്കാൻ പാടില്ല എന്ന് രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എത്രയോ ഡോക്ടർമാർ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ പറഞ്ഞു, ഒരിക്കലും ക്രിട്ടിക്കൽ കെയർ വേണ്ടുന്ന ഒരു രോഗിയെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയല്ലാതെ ആ സ്തുതിപാഠകനായി മാറണമെന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ തെറ്റി. അപ്പോൾ ആ വിഷയത്തിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. അതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്, 100% പക്ഷേ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറാണ്. മിനിറ്റ്, ഈ മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് പറഞ്ഞ എന്താണ് ശ്രീജിത്ത്, ഈ വിഷയം, ആ പർട്ടിക്കുലർ വിഷയത്തിൽ അന്നത്തെ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതായത് അതാണ് അന്ന് ഞാൻ ആ പറഞ്ഞത്. കോവിഡ് രോഗി അതായത് അങ്ങോട്ട് മാറ്റണം എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതാണ് ഞാൻ സോ അതുകൊണ്ട് പറഞ്ഞത്. മുഖ്യമന്ത്രി ആ പറഞ്ഞ വാദം ശരിയല്ല. അങ്ങനല്ല. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ വൈകുന്നേരം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടൈം ലൈൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, താങ്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യത്തെ ദിവസമാണ് അദ്ദേഹം പറയുന്നത് ഈ നടപടി നല്ലതാണ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ദിവസം താങ്കൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്കറിയാം, വളരെ കൃത്യമായിട്ട് ഇതൊരു മാതൃകയാക്കാൻ പാടില്ല, ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ബോധമുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അന്ന് എന്നെ ആൾക്കാർ ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫേസ്ബുക്കിൽ മെയ് 7, 9 തീയതികളിൽ എപ്പോഴാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഞാൻ പറഞ്ഞു, അണികൾക്ക് വിവരമില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് വിവരമുണ്ട്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വെർബാറ്റും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ടാണ് പറയുന്നത്, താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. അത് മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട്. അത് ശരിയായ മാതൃകയല്ല. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറയുക, ഏതെങ്കിലും മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ പറയട്ടെ, നിങ്ങൾ ഒരാളിനെ ഇരുത്തിക്കൊണ്ടാണ് അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ പറയട്ടെ. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല. കോവിഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കൃത്യസമയത്ത് ഒരു സംവിധാനം അവൈലബിൾ അല്ല എങ്കിൽ അത് സർക്കാർ സംവിധാനത്തിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ ഹരേ വാവ എന്ന് പറയുന്നയാളല്ല ഞാൻ. കാരണം എൻ്റെ ജോലി ഒരു സമൂഹ വിമർശകൻ എന്ന നിലയിൽ സമൂഹത്തിലുള്ള തെറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനെ വിമർശിക്കുകയാണ്. എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ കോവിഡ് വോളണ്ടിയർമാരെ ആയിരുന്നില്ലല്ലോ. കോവിഡ് വോളണ്ടിയർമാരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരിനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ എന്ന രീതിയിലാണ് സറ്റേറിക്കൽ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. സർക്കാരിനെ ന്യായീകരിക്കാൻ എന്നാണ്. DYFIയെ പോലും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വോളണ്ടിയർമാരെ അല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ മാപ്പ് പറയേണ്ട കാര്യമോ തിരുത്തൽ വേണ്ടുന്ന കാര്യമോ അക്കാര്യത്തിലില്ല. കാരണം എൻ്റെ നിലപാടുകളിൽ എനിക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. മാപ്പും തിരുത്തലും എപ്പോഴും സാമൂഹിക ബോധത്തിൽ അടിസ്ഥിതമാണ്. അത് വിട്ടേക്ക്, അത് പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി ആ പർട്ടിക്കുലർ ഇഷ്യൂവിൽ മുഖ്യമന്ത്രി അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഏത് പ്രോട്ടോകോളിലും ആളുടെ ജീവനാണെന്നുള്ള സാമൂഹിക മലയാള യുക്തി എല്ലാവർക്കും ഉണ്ട്. അല്ല, അവരെ അതുകൊണ്ട് അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്തത് മുഖ്യമന്ത്രി എന്ന് വാർത്താ നമുക്ക് സമ്മേളനത്തിൽ. അതെ ചുരുക്കണം. ഈ സമയം തീരാറായി, 11:50 നമ്മൾ അരമണിക്കൂർ കൂടുതൽ എടുത്തപ്പം 50 മിനിറ്റ് കൂടുതലായി. പെട്ടെന്ന് ഇത് ചുരുക്കി തീർക്കാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന്. അടുത്തയിലേക്കും കൂടെ അല്ലല്ല, അടുത്തതിലേക്ക് പോകുന്നില്ല. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾക്ക് എന്തോ പ്രശ്നം ഓഡിയോ ലൈനിനുണ്ടാകാം. ഞാൻ പറയുന്നു, അന്നത്തെ ദിവസം പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിറ്റേ ദിവസം അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്, ഇതൊരു മാതൃകയാക്കാൻ പാടില്ല, അവിടെ 2 വീലറിലല്ല കൊണ്ടുപോകേണ്ടത്, ആംബുലൻസ് ഇല്ല എങ്കിൽ ഓൾട്ടർനേറ്റീവ് സംവിധാനം എന്താണെന്ന് ഓരോരുത്തരും കണ്ടുപിടിച്ച് സജ്ജമാക്കണം, ഇത് തുടരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻപുട്ട് തുടരരുതെന്ന് കിട്ടിയിട്ടുണ്ടാവും. പറയുന്നതിൽ ശ്രീജിത്ത് ഞങ്ങൾ ഒരു സംശയവുമില്ല, ഒരു ചോദ്യവുമില്ല. കാരണം അത് തുടരരുതെന്ന് പറയുന്നത് രോഗിയുടെ പർട്ടിക്കുലർലി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മാനസിക യുക്തി എന്ന് പറയുന്നതുണ്ട്. അതിനെ മുഖ്യമന്ത്രി എന്നല്ല എൻ്റയർ കേരള ഒരു പ്രത്യേക പൊളിറ്റിക്സ് വിഭാഗത്തിലുള്ളവരൊഴികെ ബാക്കി എല്ലാവരും അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല. പ്രീ കോവിഡ് കെയറിൽ കുറച്ച് പ്രോട്ടോക്കോളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോളുകൾ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്രീ കോവിഡ് കെയറിലുള്ള ആൾക്കാരാണ് ആ രോഗിയെ അവിടെ നിന്ന് മാറ്റേണ്ടത്. അതിനൊരു ഡിസ്ചാർജ് മെക്കാനിസം. അല്ല, ഞാൻ തീർന്നില്ല. ഡിസ്ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ ആർക്കും വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്താൻ സാധിക്കുകയില്ല. ഡിസ്ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സംവിധാനമാണ് ഡിസ്ചാർജ് ചെയ്യുക. നേരെ മറിച്ച് ഈ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആളിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നം? ഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാർ ആ ആളിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന രീതിയിൽ ആ കുട്ടികൾ, ആ പുരുഷനും സ്ത്രീയും, ആ 2 കുട്ടികൾ അവരാരോപണം നേരിട്ടേനെ. അതല്ല ശരിയായ നടപടി. പ്രോട്ടോക്കോളുകൾ എന്തിനാണ് പ്രോട്ടോക്കോൾ? ആൾക്കാർക്ക് തോന്നുന്നത് പോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് പ്രോട്ടോക്കോളിന്റെ ആവശ്യമില്ല. ശ്രീജിത്ത്, എന്റെ അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത അനുജത്തി, അമ്മ, അച്ഛൻ, ഭാര്യ ഇവ പോസിറ്റീവ് ആണ്. വാട്ട് യു വിൽ ഡു? ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, ഹോം കെയറിലാണ്, ഹോം ഐസൊലേഷനിലാണ്, റൂമിലാണ് ഐസൊലേറ്റഡ്. വാട്ട് യു വിൽ ഡു? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അജ്ഞതയാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനെ തുലനം ചെയ്യുന്നത് വീട്ടിലുള്ള സംവിധാനമാണ്. അത് തന്നെയാണ് ഞാൻ, സുഹൃത്തെ, നിങ്ങൾ എന്റെ മറുപടി കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ക്ഷമ കാണിക്കുക.
ഒരു വീട്ടിൽ നിന്നോ വഴിയിൽ നിന്നോ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയല്ല ഒരു സർക്കാർ സംവിധാനത്തിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നോ റോഡിൽ നിന്നോ ഒരാളിനെ, അപകടത്തിൽപ്പെടുന്ന ആളിനെയോ അത്യാസന്ന നിലയിലുള്ള ആളിനെയോ, ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് എൻ്റെ മറുപടി കേൾക്കണ്ടേ? കോവിഡ് പ്രോട്ടോകോൾ ബാധകമായിരിക്കുന്നത് പ്രീ കോവിഡ് കെയർ സംവിധാനത്തിനാണ്. ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ആ ആളിനെ മൂവ് ചെയ്യുന്നതിനുമാണ് പ്രോട്ടോകോൾ. വഴിയിൽ ആതുര സേവനം ആവശ്യമുള്ള ഒരാളിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിനല്ല പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ ഒരു സംവിധാനത്തിലാണ്. വഴിയിൽ കിടക്കുന്ന ഒരാളിനെ എടുക്കുന്നത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ? നിങ്ങൾ വീട്ടിലുള്ള ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഗൃഹനാഥൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ കൊണ്ടുപോകുന്നത്? അതെന്ത് വാദമാണത്? വീട്ടിൽ നിന്നുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നതും ആശുപത്രിയിലുള്ള ഒരാളിനെ അല്ലെങ്കിൽ ഒരു പ്രീ കോവിഡ് കെയറിലുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നതും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? അതാണ് പ്രശ്നം. അവിടെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരാളിനെ കൊണ്ടുപോകുന്നതിനാണ് മാനദണ്ഡങ്ങൾ. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് അമൃതയിൽ കൊണ്ടുപോകണോ ലേക്ക് ഷോറിൽ കൊണ്ടുപോകണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നേരെ മറിച്ച് അമൃതയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളിനെ നിങ്ങൾ വിളിച്ചിറക്കിയെങ്കിൽ ലേക്ക് ഷോറിൽ കൊണ്ടുപോകാൻ പറ്റുമോ അൻവർഷ? അതിനാണ് പ്രോട്ടോക്കോളുകൾ. ആ പ്രോട്ടോക്കോളുകളാണ് തുടരേണ്ടത്. ഒന്ന്. ഇനി രണ്ടാമത്തെ താങ്കൾ ചോദിച്ചിരുന്ന വിഷയം പെഗാസസിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ കേന്ദ്ര സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 3 ആരോപണങ്ങൾ. ഈ ആൾക്കാരുടെ ഫോണുകളിൽ പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ട്. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഗോപികൃഷ്ണനോ MK വേണുവോ സിദ്ധാർത്ഥ് വരദരാജനോ ആരുമായിക്കോട്ടെ, അവരുടെ ഫോണുകളിൽ പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറയുന്നത് ആര്? അവരും ഒരു കൺസോർഷ്യവും. താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു പൊതു താല്പര്യത്തിലുള്ള വിഷയമാണ് എങ്കിൽ അത് പബ്ലിക്കിൽ അതിന് തെളിവുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് തെളിവ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനെ വൈറ്റ് വാഷ് ചെയ്യുകയല്ല. വൈറ്റ് വാഷ് ചെയ്യുന്നത് എപ്പോഴാണ്? BJPയുടെ സ്പോക്സ് പേഴ്സൺ ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് വൈറ്റ് വാഷ്. BJPയുടെ സ്പോക്സ് പേഴ്സൺ ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ വിഷയത്തിൽ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് അവരെടുക്കുന്നതാണ് വൈറ്റ് വാഷ്. കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ സൈഡിനെ ഗാർഡ് ചെയ്യണം. ഞാൻ ഈ പൊതുസമൂഹത്തിലുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്, എനിക്കതിൻ്റെ തെളിവ് കാണണം. 1. 2, ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഇത് ചെയ്തു എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവൺമെന്റ് അല്ലല്ലോ ചെയ്തത്, അത് മൊറോക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മൊറോക്കോയ്ക്ക് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് അൻവർഷയുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ, ഞാനത് പരിശോധിക്കാം, തയ്യാറാണ്. നേരെ മറിച്ച് അൻവർഷ, ഞാൻ പറഞ്ഞു തീർന്നില്ല, എൻ്റെ മറുപടി തീർന്നില്ല. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചതിന് ശേഷം മറുപടി താങ്കൾക്ക് വേണ്ടേ? അപ്പം ഞാൻ ചോദിക്കുന്നത് 2, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്കൂ ഇവിടെ സ്പ്രിംഗ്ലർ വിഷയം വന്നിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാനും കണ്ടതാണ്. ആ രേഖകൾ കണ്ടതിൻ്റെ ബോധ്യത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കോൺട്രാക്ട് എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള നമ്മുടെ വോളണ്ടിയർമാർ, അതെനിക്ക് തോന്നുന്ന ആശാ വർക്കർമാരാണെന്ന് തോന്നുന്നു, അവർ വീടാന്തരം കയറി ഇറങ്ങി കോവിഡ് രോഗികളിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കുന്ന 41 പോയിന്റിൻ്റെ ചെക്ക് ലിസ്റ്റ് കണ്ടിട്ടാണ്. ആ ചെക്ക് ലിസ്റ്റിൽ എങ്ങും സമ്മതം ചോദിക്കുന്നില്ല. ആ സമ്മതം ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തെളിവാണ്. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നേരെ മറിച്ച് താങ്കൾക്ക് പെഗാസസ് വിഷയത്തിലുള്ള തെളിവ് എന്താണെന്ന് പറയൂ. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യാം. ഇന്നലെ പോലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വിവാദമുണ്ടായി ഇത്രയും ദിവസമായിരിക്കുമ്പോൾ പോലും അവിടെ പങ്കെടുക്കുന്ന സഭയിൽ ബഹളമുണ്ടാക്കുന്ന ഒരു MP, അദ്ദേഹത്തിനോടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അതിൻ്റെ തെളിവ് എൻ്റെ അടുത്ത് തരൂ, ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് തെളിവ് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്തു എന്ന് പറയുന്നയാൾ പറയുന്നു തെളിവ് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ പറയുന്നത്? അപ്പോൾ ഇത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതും മറ്റ് തെളിവുകളോടുകൂടി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതും 2 വിഷയമാണ്. മുട്ടിൽ മരമുറി കേസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം ആ കാര്യത്തിൽ തെളിവുണ്ടായിരുന്നു, രേഖകളുണ്ടായിരുന്നു. രവിശങ്കർ പ്രസാദ് അതും കൂടി ഒന്ന് രവിശങ്കർ പ്രസാദിന്റെ കാര്യം എന്താണ് പറയൂ. രവിശങ്കർ പ്രസാദ് ഓൾറെഡി പറഞ്ഞത് ലോകത്തിലെ 45ഓളം രാജ്യങ്ങൾ പെഗാസസ് സോഫ്റ്റ്വെയർ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെഗാസസിന്റെ സേവനം അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രം ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും അല്ല, അതങ്ങനെ തന്നെയാണ്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ സർവെയിലൻസ് എന്ന് പറയുന്നത് നിയമവിധേയമാണോ? ആണ്. സംസ്ഥാന തലത്തിൽ സർവെയിലൻസ് നടത്തണമെങ്കിൽ സംസ്ഥാനത്തിലുള്ള ഹോം സെക്രട്ടറിയുടെ എക്സ്പ്രസ് പെർമിഷൻ ഉണ്ടാകണം. കേന്ദ്ര തലത്തിൽ കേന്ദ്ര സർക്കാരിനാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലുള്ള ഹോം സെക്രട്ടറിയുടെ പെർമിഷൻ വേണം. ആ പെർമിഷനോടുകൂടി സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാണ്. 1885 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ടെലിഗ്രാഫ് ആക്ട് മുതൽ ഇന്ത്യയിൽ ഇത് നിയമവിധേയമാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത്, വളരെ പഴക്കം, 1885 വരെ പഴക്കമില്ലല്ലോ IT ആക്ടിന്. IT ആക്ടിലുള്ള ചട്ടങ്ങൾ പരിശോധിച്ചാൽ, അതിൻ്റെ റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നറിയാം
കൃത്യമായിട്ട് ഇത് സർവൈലൻസ് എന്ന് പറയുന്നത് നിയമവിധേയമാണ്. ഇമെയിലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ഡെഫിനേഷനിൽ വരുന്നതാണ് മൊബൈൽ ഫോൺ പോലും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല, സർവൈലൻസ് നടത്തിയിട്ടുണ്ടോ അൺഓതറൈസ്ഡ് സർവൈലൻസ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം സർവൈലൻസ് നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് പറ്റും. ഇപ്പോൾ താങ്കൾ തന്നെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന സ്നൂപ്പിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മാസം ഏതാണ്ട് 300-600 ഇമെയിലുകളും 9,000-ഓളം 6,000-ഓളമോ മറ്റോ ടെലിഫോൺ കോൺവെർസേഷനുകളും മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഓരോ മാസം വീതം ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് വാർത്ത വന്നതാണ്. ആ വാർത്തയെ കേന്ദ്ര സർക്കാർ ഡിനൈ ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ ഒരു സമയത്തും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് നിയമവിധേയമാണ്. സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് നിയമവിധേയമാണ് പൂർണ്ണമായിട്ടും. സാന്ദർഭികമായിട്ട് താങ്കളത് പറഞ്ഞതുകൊണ്ട് തന്നെ ആ നേതാജിയുടെ വിഷയം സൂചിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുടുംബത്തിനെ സ്നൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെൻറ് ഡീക്ലാസിഫൈ ചെയ്ത് തന്നിരിക്കുന്ന ഓർഡറാണ്. സ്വാതന്ത്ര്യം കിട്ടി 2 മാസം കഴിഞ്ഞതിന് ശേഷം. ഏത് വർഷം ആലോചിച്ച് നോക്കൂ. 1948 മുതൽ 1968 വരെ 20 വർഷക്കാലം 16ഓളം IB ഉദ്യോഗസ്ഥന്മാർ നേതാജിയുടെ 2 അനന്തരവന്മാരെ ശിശിർ കുമാർ ബോസിനെയും അമിയാനാഥ് ബോസിനെയും നിരന്തരം 20 വർഷത്തോളം സ്നൂപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ രേഖകൾ വളരെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് തന്നതാണ്. 2012 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് റിലീസ് ചെയ്ത് തന്നതാണ്. അത് നാഷണൽ ലെവൽ വാർത്തയായതാണ്. അപ്പോൾ ഈ സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാര്യമൊന്നുമില്ല. അതിൽ തന്നെ തമാശയുണ്ട്. അതായത് 1948 ഒരു വിദ്യാർത്ഥി, ഒറീസക്കാരനായിട്ടുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ശരത് ചന്ദ്രബോസിന് ഒരു കത്തയച്ചു. ആ കത്തിനെ നമ്മുടെ IB ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ രേഖകൾ ഈ പുറത്തുവിട്ട കൂട്ടത്തിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പ്രശ്നക്കാരനല്ല, ഇവനെപ്പറ്റി അന്വേഷിച്ചു, 13 വയസ്സുണ്ട്, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഇവൻ പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് 1948 കാര്യമാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് താങ്കൾക്കറിയാം. ഈ 20 വർഷം 1948 8ആണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ രേഖ എൻ്റെ കയ്യിലുണ്ട്. താങ്കൾ എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നുള്ളതും സ്നൂപ്പിംഗ് ഉണ്ട് എന്നുള്ളതും അറിയാമല്ലോ. 1948 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അല്ലല്ല, ഞാൻ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അല്ല, അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞത് 1885 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ടെലഗ്രാഫ് നിയമത്തിൽ നിയമവിധേയമായിട്ട് നമുക്കിവിടെ ടെലിഫോൺ ഉൾപ്പെടെ ടാപ്പ് ചെയ്യാം എന്നൊരു ക്ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നിയമം ഭേദഗതി ചെയ്ത് ആ ക്ലോസ് എടുത്തു കളയാൻ ഏതെങ്കിലും സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അല്ല, IT ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടെലിഫോൺ എന്ന് പറയുന്നത് എടുക്കുന്നതിന് ആളിന്റെ കൺസെന്റ് വേണ്ട. അതിന്റെ ടെലിഗ്രാഫ് ആക്ട് ആണ്. ടെലിഗ്രാഫ് ആക്ട് എടുക്കുന്നതിന് ആരുടെ കൺസെന്റാണ് വേണ്ടത്? ആരുടെ കൺസെന്റാണ് ചോദിക്കുന്നത്? ഹോം സെക്രട്ടറിയുടെയാണ് കൺസെന്റ് വേണ്ടത്. ഒരു വ്യക്തിയെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അയാളുടെ എക്സ്പ്രസ് പെർമിഷൻ അല്ല മേടിക്കുന്നത്. അവിടെ പെർമിഷൻ മേടിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാനീ പറഞ്ഞൊന്നും താങ്കൾ കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്തിലും കേന്ദ്രത്തിലുമുള്ള ആഭ്യന്തര സെക്രട്ടറിമാരുടെ എക്സ്പ്രസ് പെർമിഷൻ മാത്രം ഈ വിഷയത്തിൽ മതിയാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, അവർ ചെയ്തിരിക്കുന്ന സ്നൂപ്പിംഗ് എന്ന് പറയുന്നതിനെ ഞാൻ എതിർക്കുന്നുണ്ടോ എന്നോട് ചോദിക്കൂ. ഞാൻ എതിർക്കുന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. എന്നെ ചെയ്തിട്ടുണ്ടാകാം. എൻ്റെ പേരിൽ IBയിൽ ഫയലുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുണ്ടാവാം. അങ്ങനെ പല മേഖലകളിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ ഇവർ അന്വേഷിക്കുന്നുണ്ടാവാം. അതിപ്പോ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അന്വേഷിക്കത്തില്ലേ? അത് ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഒറ്റ കാര്യം. അതായത് അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്തത് ഈ പറയുന്നത് പോലെ അന്നത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തെ ഏതെങ്കിലും പ്രമുഖ മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ എപ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവരെയൊക്കെയാണ് നിരീക്ഷിക്കുന്നത്. അല്ല, ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഞാൻ അങ്ങനെയല്ല. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിരോധികളുമായിട്ടോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടോ? അല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുമായിട്ട് അശ്വിനി വൈഷ്ണവിന് ബന്ധമുണ്ടോ? അദ്ദേഹത്തിന്റെ പേരുണ്ടല്ലോ. പ്രഹ്ലാദ് ജോഷിയുടെ പേര് വന്നിട്ടുണ്ട്. പ്രഹ്ലാദ് ജോഷിക്ക് ബന്ധമുണ്ടോ? ദലൈലാമയുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരുടെ അശ്വിനി വൈഷ്ണവ് എപ്പോഴാ? 2017 അദ്ദേഹം BJPയുമായി ബന്ധമില്ലാത്ത സമയത്താ നിരീക്ഷിച്ചത്. പ്രഹ്ലാദ് ജോഷിയോ?
പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന ആദ്യം മുതലേ ഉള്ള നേതാവ് എന്നുള്ള ഒരു പ്രത്യേക നേതാവ് എന്നുള്ള നിലയ്ക്കാണ് അതെങ്ങനെയാണ് പ്രഹ്ലാദ് ഒരു ജോഷി അവര് നിരീക്ഷിച്ചത്. അതെങ്ങനെയാണ് ഒരു പ്രത്യേക നേതാവാകുന്നത്? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ വൈഷ്ണവിന്റെ അല്ല, നിങ്ങളുടെ പ്രഹ്ലാദ് ജോഷി പ്രശ്നം അടൽ I think ബിഹാരി വാജ്പേയിയുടെ നിങ്ങളുടെ കാലത്ത് പ്രശ്നം നേതാവാണ്. ശ്രീ Srijit and അൻവർ Anvarsha, സർ, I think we are getting out of time. അതാണ് ഇതിൽ ഒരു പ്രശ്നം. അല്ല, എനിക്കത് ഫോർമലായിട്ട് അത് കൺക്ലൂഡ് ചെയ്യണം. അത് നമ്മളത് Please. കൃത്യമായ രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യണം. കാരണം അത് വളരെ പോയിന്റഡ് ആയിട്ട് ചോദിക്കുന്ന ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് ആൻസർ ചെയ്യാതെ പോകുന്നതിന് കാര്യമില്ല. Please, you conclude and then. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാന പ്രശ്നം ദലൈലാമയെ നിരീക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ദലൈലാമയെ നിരീക്ഷിക്കുന്നതിന് ആർക്കാണ് താല്പര്യം? റഫാൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നിരീക്ഷിച്ചു എന്ന് പറയുന്നു. അതിനുള്ള താല്പര്യം ആർക്കാണ് വരുന്നത്? മൊറോക്കോയ്ക്ക് ഫ്രഞ്ച് ഗവൺമെന്റിനെ നിരീക്ഷിക്കാമെങ്കിൽ റഫാലിന്റെ വിഷയത്തിലോ ദലൈലാമയുടെ വിഷയത്തിലോ ഇന്ത്യയേക്കാൾ കൂടുതൽ താല്പര്യം ഒരുപക്ഷെ ചൈനയ്ക്കായിരിക്കാം. അപ്പോൾ അവർക്കിത് ചെയ്തുകൂടെ? അപ്പോൾ അങ്ങനെയും അതിന് ആക്ഷേപം ഉന്നയിക്കാമല്ലോ. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം അശ്വിനി വൈഷ്ണവിനെയോ അല്ലെങ്കിൽ പ്രഹ്ലാദ് ജോഷിയോ നിരീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് രാജ്യവിരുദ്ധ താല്പര്യം എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാതെ അവിടെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രം, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധിക്ക് മാത്രമായിട്ടൊരു നിയമമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സ്നൂപ്പിംഗ് നടന്നു എന്ന രീതിയിലുള്ള തെളിവുകളില്ല. സ്നൂപ്പിംഗ് നടന്നിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൻ്റെ പുറത്താണ് എന്നുള്ള തെളിവുകളില്ല. ഗവൺമെൻറ്റിന് മാത്രമേ ഇത്തരത്തിലുള്ള സാധനം വിൽക്കുകയുള്ളൂ എന്ന് NSO എന്ന് പറയുന്ന പെഗാസസിൻ്റെ പേരൻ്റ് കമ്പനി പറയുമ്പോൾ അതേ കമ്പനി തന്നെ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെലക്റ്റീവായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കേ വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നിങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ അവർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഇത് തെറ്റായ വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ തള്ളുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒരേ കമ്പനിയുടെ സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പറയുന്നത് ഒരു വിഷയം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സ്പ്രിംഗ്ലർ വിഷയം എന്തുകൊണ്ടാണ് അന്നത്തെ ഭരണപക്ഷം എതിർക്കാതിരുന്നത്? തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നു അതേ കോൺഗ്രസ്, ഇവിടെ കോൺഗ്രസ് ആയിരുന്നല്ലോ പ്രതിപക്ഷം, അതേ കോൺഗ്രസ് കേന്ദ്രതലത്തിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക, അങ്ങനെയുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് കൂടി കേന്ദ്ര സർക്കാരിനെ തളയ്ക്കുന്ന രീതിയിൽ കൊണ്ടുവരിക. ചുരുങ്ങിയ പക്ഷം അൻവർ ഷാ എന്നോടിത് പറയുന്ന സമയത്ത് എന്താണ് അൻവർ ഷാ തെളിവെന്ന് ഞാൻ ചോദിക്കുന്ന പക്ഷം അത് കാണിക്കാനെങ്കിലും അൻവർ ഷായുടെ കയ്യിൽ ഉണ്ടാകണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല എങ്കിൽ ഡിബേറ്റ് ഇല്ല, അവിടെ തർക്കം വരുന്നില്ല. ഇനി നേതാജിയുമായി ബന്ധപ്പെട്ട ആ ഒരു താങ്കൾ ചോദിച്ച ചോദ്യം നോക്കൂ, സന്ദീപ് വചസ്പതിയുമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് സന്ദീപ് വചസ്പതിയുടെ ഒരു യൂട്യൂബ് ചാനൽ, അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്, ഇതിൻ്റെ ഒരു സീരീസായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ കണ്ടിട്ടും താങ്കളുടെ ഡൗട്ട് മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. നേതാജി മരിക്കുന്നത് 1945 ഓഗസ്റ്റ് 18 തായ്വാനിലാണ്. അവിടെ തെയ്ഹോക്കുവിലുള്ള ഒരു എയർപോർട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടുവെന്ന് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. അത് ഇന്ത്യയുമായി ഇന്നും കൃത്യമായ ഉഭയകക്ഷി ബന്ധമില്ലാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഒരു ലീഡറിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഫോർമലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അന്വേഷിക്കണം എന്ന് ഇന്ത്യയിലുള്ള കോൺഗ്രസ് MP-മാർ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു അതിന് വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഈ രാജ്യവുമായിട്ടില്ല, അതുകൊണ്ട് നമുക്കത് അന്വേഷിക്കാൻ പറ്റില്ല, അത് ആ രാജ്യത്ത് നടന്ന മരണം അവരാണ് ചിന്തിക്കേണ്ടത്, അവരാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് ഗവൺമെൻറ് നിലപാടെടുത്തത്. ഒന്ന്. 2003-2004 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ പ്രിലിമിനറി സ്റ്റേജിൽ ഇതിനെപ്പറ്റി എൻക്വയറി നടക്കുന്ന സമയത്ത് തായ്വാൻ്റെ ഈ തെയ്ഹോക്കു എയർപോർട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഷോങ്ഷാൻ എയർപോർട്ട് നിൽക്കുന്ന ആ പ്രവിശ്യയുടെ മേയർ ആരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സ് തപ്പിയെടുത്ത് അനൂജ് ധാർ എന്ന് പറയുന്ന മിഷൻ നേതാജിയിലുള്ള എന്നോടൊപ്പം ഗവേഷണം ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഒരു ഇമെയിൽ അയച്ചു. ആ ഇമെയിലിൽ ഞങ്ങൾ ചോദിച്ചത്, ഇങ്ങനെ ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ അവിടെ അക്കോർഡ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് പ്രിവിലേജസ് ഉള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളുണ്ടോ ഈ എയർപോർട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, വളരെ സുമനസ്സായിട്ടുള്ള അദ്ദേഹം, നേരിട്ട് പോയി ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ആ തീയതിയിലോ അതിന് മുൻപോ പിൻപോ ഉള്ള 2 മാസ കാലയളവിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇമെയിൽ വഴി ഞങ്ങൾക്ക് മറുപടി തന്നു. ഈ മറുപടി അന്ന് മുഖർജി കമ്മീഷനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഖർജി കമ്മീഷൻ ബാർഗെയിൻ ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങി തെയ്ഹോക്കുവിലേക്ക് പോയി ഈ ഒരു രേഖകൾ പരിശോധിച്ചത്. അന്ന് വരെ മുഖർജി കമ്മീഷന് തെയ്ഹോക്കു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഗവൺമെൻറ് കൊടുത്തിരുന്നില്ല. അത് കൊടുക്കാൻ താങ്കൾക്കറിയാം ഏത് ഗവൺമെൻറ്റാണെന്ന് ഭരിച്ചിരുന്നത് എന്നുള്ളത് താങ്കൾക്കറിയാം. ആ സമയത്ത് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തിരുന്നില്ല, കാരണം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എന്നായിരുന്നു. മുഖർജി പറഞ്ഞത്, നോക്കൂ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെ
അവിടെ പോയി അന്വേഷിക്കുകയില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ നോർമൽ സിറ്റിസൺസ് ആയിട്ടുള്ള ചില ചെറുപ്പക്കാർ അയച്ചിരിക്കുന്ന ഇമെയിലിന് ഫോർമലായിട്ട് അവിടെ നിന്ന് മറുപടി വരുന്നത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ കാര്യം നടക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇതേ ചോദ്യം തന്നെ എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഈ കാര്യത്തിൽ കൃത്യമായ സമീപനം എടുത്തില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒപ്പം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എങ്കിൽ പോലും 1949-50 കാലഘട്ടങ്ങളിൽ തായ്വാനിൽ നിന്നും അവർ നടത്തിയിരുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിമാനാപകടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അതായത് അങ്ങനെ ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് എന്നും ഈ വിമാനാപകട വാർത്തയെ തള്ളിക്കളയുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ 7 കോപ്പികൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് പുറത്തു വന്നിരിക്കുന്ന രേഖകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ജവഹർലാൽ നെഹ്റു ഒരു രാജ്യത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പാർലമെൻറ്റിനെ അറിയിച്ചില്ല എന്നുള്ള ഒരു യുക്തിസഹമായിട്ടുള്ള ചോദ്യമുണ്ട്. ഇനി 1956 വരെ സ്വാതന്ത്ര്യം കിട്ടി 9 വർഷക്കാലം വളരെയധികം സബ്മിഷൻസ് ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ ഇതേ പൊസിഷൻ തന്നെ ജവഹർലാൽ നെഹ്റു ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ച നെഹ്റു അവസാനം കോൺഗ്രസിൻ്റെ എംപിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് 1956 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ടോക്കിയോ ഹിയറിംഗ് വഴി വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ജസ്റ്റിസ് രാധാ വിനോദ് പാലിനെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം ചെലവിൽ സ്വതന്ത്രമായിട്ടുള്ള അൺഒഫീഷ്യലായിട്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതുവരെ എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞിരുന്ന 9 വർഷം എൻക്വയറി വേണ്ട എന്ന് പാർലമെൻറ്റിൽ ആവർത്തിച്ചിരുന്ന തായ്വാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 7 കോപ്പികളുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യാതിരുന്ന ജവഹർലാൽ നെഹ്റു പറയുന്നു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എൻക്വയറി കമ്മിറ്റിയെ വെക്കാം. ആ എൻക്വയറി കമ്മിറ്റിയെ വെച്ചതിന് ശേഷം ആ എൻക്വയറി കമ്മിറ്റിക്ക് തായ്വാൻ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഡിനേ ചെയ്യുന്നു. എന്നിട്ട് അവിടെ നടന്നിരിക്കുന്ന വിമാനാപകടത്തെപ്പറ്റി ഡൽഹിയിലുള്ള ഓഫീസിലിരുന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു. കമ്മിറ്റിയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മൂത്ത സഹോദരനെ മെമ്പറായിട്ട് ചേർക്കുന്നു. അന്വേഷണം നടക്കുന്നത് കൃത്യമായ രീതിയിലല്ല എന്ന് നെഹ്റുവിനെ നേരിട്ട് കണ്ട് അദ്ദേഹം പറയുകയും ആ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റിനെ നെഹ്റു പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവസാനം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഡൽഹിയിൽ ഇരുന്ന് തയ്യാറാക്കിയിരിക്കുന്ന തായ്വാനിലെ വിമാനാപകടത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ സമർത്ഥിക്കുന്ന രേഖയിൽ സുരേഷ് ചന്ദ്രബോസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒപ്പുവെക്കുന്നില്ല. പകരം അദ്ദേഹം പറഞ്ഞു, ഒരു കമ്മീഷനുള്ള അധികാരം ഉപയോഗിച്ച്, കമ്മീഷൻ അംഗം എന്ന രീതിയിലുള്ള അധികാരം ഉപയോഗിച്ച് ഔദ്യോഗികമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ ഹെഡിൽ എനിക്ക് ഡിസെൻഷൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. നെഹ്റുവിനെ സമീപിച്ചു. നെഹ്റു അനുവദിച്ചില്ല. അവസാനം സ്വന്തം പണം മുടക്കി അദ്ദേഹം ഡിസെൻഷൻ്റെ റിപ്പോർട്ട് ഒരു പുസ്തകമായി അടിച്ച് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ റിപ്പോർട്ട് പാർലമെൻറ്റിലുള്ള കോൺഗ്രസ് എംപിമാർ സമ്മതിക്കാതെ, അത് അംഗീകരിക്കാതെ ഇരുന്ന സമയത്ത് അത് പാർലമെൻറ്റിൽ പിന്നീട് വലിച്ചു കീറി എറിയുന്ന സാഹചര്യം പോലും ഉണ്ടായപ്പോൾ പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രണ്ടാമതൊരു എൻക്വയറി കമ്മീഷൻ വന്നു. ആ എൻക്വയറി കമ്മീഷൻ്റെ എൻക്വയറിയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ നേതാജിയെ പറ്റിയുള്ള മാസ്റ്റർ ഫയൽ എന്ന് റെഫറൻസ് ഉള്ള ഡോക്യുമെൻ്റ് ഇന്ത്യൻ ഗവൺമെൻറ് കോപ്പികൾ സൂക്ഷിക്കാതെ നശിപ്പിച്ചു. ഒരു ഫയൽ ഏതെങ്കിലും രീതിയിൽ അതിനെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ക്ലോസ് ചെയ്തതിന് ശേഷം അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ട്രേസസ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഫയൽ കീപ്പ് ചെയ്യണമെന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. അങ്ങനെ ആ നിയമം ഇരിക്കെ തന്നെ അതിൻ്റെ മാസ്റ്റർ കോപ്പികൾ സൂക്ഷിക്കാതെ ഗവൺമെൻറ് അത് പർജ് ചെയ്ത് കളഞ്ഞിരിക്കുന്നതിൻ്റെ രേഖകളുണ്ട്. അതിൻ്റെ മാസ്റ്റർ ഫയൽ സൂക്ഷിച്ചിട്ടില്ല, രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വീഡിങ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞ് മാസ്റ്റർ ഫയലാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രഫി ഇല്ലല്ല, ഇത് തീർന്നിട്ട് പറയാം. ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രഫി എഴുതാനായിട്ട് ഏൽപ്പിച്ചിരുന്നയാളാണ് ജസ്റ്റിസ് ഖോസ്ല. ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രഫി എഴുതാൻ വേണ്ടി ഏൽപ്പിച്ച ആളിനെ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കമ്മീഷനാക്കുന്നു. അങ്ങനെ കമ്മീഷനാക്കിയതിന് ശേഷം ആ കമ്മീഷൻ പ്രവർത്തന കാലയളവിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ വിമർശിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് ഖോസ്ല ഒരു പുസ്തകം തയ്യാറാക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഖോസ്ല കമ്മീഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേതാജിയെ പറ്റി ഏറ്റവും മോശമായ പരാമർശങ്ങളുമായി പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ഖോസ്ല. അത് വിവാദമായിരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ അദ്ദേഹം മാപ്പ് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൃത്യമായ ടാർഗറ്റഡ് അജണ്ട ഉണ്ടായിരുന്ന ഒരാളിൻ്റെ റിപ്പോർട്ടിനെ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. പിന്നീട് മൊറാർജി ദേശായിയുടെ കാലത്ത് ആ റിപ്പോർട്ടിനെ പോലും പാർലമെൻറ്റിൽ സമർ ഗുഹയെ പോലെയുള്ള എംപിമാർ വലിച്ചു ചീന്തി കളഞ്ഞതിന് ശേഷം പിന്നീട് എൻക്വയറി നടത്തുന്നു. അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യമില്ലേ? അപ്പോൾ ഇത് കോൺഗ്രസിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനെ പറ്റി താങ്കൾ ഇത് തെറ്റായിട്ടാണ് കേൾക്കുന്നത് മുഴുവനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന അതേ നയം തന്നെ പ്രധാനമന്ത്രിയായിരിക്കെ AB വാജ്പേയിയും സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ തവണ ചർച്ചകളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. AB വാജ്പേയി കോൺഗ്രസിൽ അന്ന് ജനസംഘത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചുകളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ പലരും ഈ വിഷയത്തിൽ സബ്മിഷൻ ആവർത്തിച്ചുന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ പാർലമെൻറ്റിൽ സബ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരിൽ സമർ ഗുഹയുണ്ട്, ഹരിവിഷ്ണു കമ്മത്തുണ്ട്, AB വാജ്പേയി ഉണ്ട്. ഗവൺമെൻറ് അദ്ദേഹത്തെപ്പറ്റി വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യരേഖകളും പ്രസിദ്ധീകരിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ രേഖകൾ പരസ്യപ്പെടുത്തിയില്ല.
അപ്പോൾ അതിന് അദ്ദേഹത്തിനെ വിമർശിക്കുന്നുണ്ട്, അല്ലാതെ ഒരാളെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിലാണ് കൺസിസ്റ്റൻസി. കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ മറക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അതേ ലൈൻ തന്നെ BJPയും ഒരു വേള അത്രത്തോളം ഇൻറ്റൻസിറ്റി ഇല്ല എങ്കിലും അവരും തുടർന്നിട്ടുണ്ട്. അതിന് ഒരു പരിധി വരെയെങ്കിലും ഒരു അയവ് വന്നത് നരേന്ദ്രമോദി ഏതാണ്ട് 1000-ഓളം രേഖകൾ ഞങ്ങളുമായിട്ട് നടത്തിയിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ അദ്ദേഹത്തിനോടുള്ള വിമർശനം തീർന്നില്ല, വിമർശനം അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ ഈ രേഖകളിൽ നിന്ന് എന്താണ് മനസ്സിലായിരിക്കുന്നതെന്നോ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയിൽ എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വേണ്ടതെന്നോ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം നേതാജിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുകയാണ്, അല്ലാതെ അവിടെ BJP പ്രേമമെന്നോ ഈ പറയുന്നത് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ BJPയെ വൈറ്റ് വാഷ് ചെയ്യാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. അതിനെതിരെ എത്രയോ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, എത്രയോ ചർച്ചകളിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അൻവർ ഷാ തെറ്റാണ്. അല്ല, ഈ ഹബീബ് റഹ്മാന്റെ മൊഴി ഒരു സെക്കൻഡ് എനിക്കൂടെ അവസരം. അല്ല, ചോദിച്ചോട്ടെ, അതുകൊണ്ട് ചോദിച്ചോട്ടെ. ഒരു സെക്കൻഡ് എനിക്ക് അല്ല, അദ്ദേഹം അതുകൂടെ ചോദിക്കട്ടെ കേട്ടോ ശ്രീത്തെ. രണ്ടല്ല, ചോദ്യത്തിന്റെ അല്ല, നമുക്ക് ഒരു ടൈം ലിമിറ്റ്, നമ്മൾ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ശരി. നമുക്ക് അല്ല, എൻ്റെ ഒറ്റ കാര്യം എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിക്കുന്നയാൾ മറുപടി കേട്ടിട്ടേ പോവുകയുള്ളൂ. ഞാൻ വാട്ട് അബൌട്ടറിയിലേക്ക് പോകുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ശ്രീത്തിനുണ്ടല്ലോ, തീർച്ചയായിട്ടും. നമ്മൾ മുഖാമുഖമായി മുന്നോട്ട് പോയത്. തീർച്ചയായും.